പാപത്തിന്റെ ശമ്പളമാണ് മരണം. നീതിമാനും പരിശുദ്ധനുമുള്ള സമ്മാനം എന്താ? സ്വർഗം. ഇതാണ് നീതി. ഇതാണ് നീതി. ഇതിനെ യേശുക്രിസ്തുവിന്റെ കുരിശുമരണത്തിൽ ലഭിക്കുന്ന രക്ഷയെ ഇങ്ങനെ പറയുന്നത് സന്തുലിതമാക്കുക, അതായത് നിരപ്പാക്കുക. മറ്റൊരു പറയുന്നത് നിരപ്പാക്കുക എന്ന് പറഞ്ഞാൽ സ്വർഗം ഇവിടെയുണ്ട്, സ്വർഗത്തിന്റെ ഒപ്പം ഭൂമിയുണ്ട്. ഭൂമി വീണുപോയി. ഈ വീണുപോയ ഭൂമിയെ മനുഷ്യനാണ് വീഴ്ത്തി കളഞ്ഞത്. ഒരു മനുഷ്യൻ തിരിച്ച് റീസ്റ്റോർ ചെയ്ത് ദൈവത്തിന്റെ ഒപ്പം എത്തിക്കുക. മനുഷ്യനെ കൊണ്ട് സാധ്യമല്ല. ഇത് തിരിച്ച് കറക്റ്റ് ലെവലിൽ എത്തിക്കുക. അതിനെ പറയുന്നത് അനുരഞ്ജിപ്പിക്കുക എന്ന് നമ്മുടെ ബൈബിൾ പറയാം. ശരിക്കും അതിന്റെ പദം നിരപ്പാക്കുക എന്നാണ്. സത്യവേദ പുസ്തകത്തിലൊക്കെ അങ്ങനെയുണ്ട്, നിരപ്പാക്കുക എന്ന പദം തന്നെ ഉപയോഗിക്കും. അനുരഞ്ജിപ്പിക്കുക എന്നാണ് നമ്മുടെ ബൈബിൾ പറയുന്നത്. നിരപ്പിക്കുക, സ്വർഗവും ഭൂമിയും തമ്മിൽ ഒരേ ലെവലിൽ എത്തിക്കുക. സ്വർഗം പരിശുദ്ധിയിലാണ്, ഭൂമിയും പരിശുദ്ധിയിലാക്കുക, നിരപ്പാക്കുക. ഇത് എടുത്തുയർത്തി മുകളിൽ കയറ്റി വെക്കണം, ഒരേ ലെവലിലാക്കണം. ഇതിന് ആവശ്യമായത് എന്താ? പരിഹാരം ചെയ്യണം. പാപത്തിൽ വീണു പോയതല്ലോ, പരിഹാരം ചെയ്യണം. ആര് പരിഹാരം ചെയ്യും? അതാ ചോദ്യം. അത് മനുഷ്യനെ കൊണ്ട് പറ്റും. ആര് ചെയ്യും എന്നുള്ള കാര്യം എടുത്തുകൊണ്ടുവരണം. അതുകൊണ്ട് ദൈവം മനുഷ്യനായിട്ട് ഇത് നിരപ്പാക്കണം, ഒരേപോലെ ആക്കുകയാണ്, ഒരുമിച്ച് കൊണ്ടുവരിക. അപ്പൊ അതിന് തുല്യമായ രീതിയിൽ സഹനം സ്വീകരിക്കേണ്ടി വരും. പാപത്തിന്റെ ശമ്പളമായ മരണം, അതാണ് നീതി നടപ്പിലാക്കണമല്ലോ. അപ്പോ യേശുക്രിസ്തുവിന്റെ പ്രവൃത്തിയെ പറയുന്ന പേര് നീതീകരിക്കുക എന്നുള്ള പദമായി പറയുന്നു. നീതീകരിക്കുക. തോമസ് അക്വീനസ് ഒക്കെ പറഞ്ഞത് സന്തുലിതമാക്കുക എന്നാ പറയുന്നത്. നീതീകരിക്കുക എന്ന പദമാണ് റോമാക്കാർക്ക് എഴുതിയ ലേഖനത്തിൽ പറയുന്നത്. യേശുവിന്റെ ശിഷ്യന്മാർക്ക് വെളിപ്പെടുത്തി കൊടുത്ത ഇതുണ്ട്, അത് ബലിയർപ്പണമാണ്. ഇതിനെ മനസ്സിലാക്കാൻ വേണ്ടി സഹായിച്ചത് ബലിയർപ്പണമാണ്. അപ്പോ യഹൂദന്മാർക്ക് ബലിയർപ്പണം പറഞ്ഞാൽ മനസ്സിലാവും, റോമാക്കാർക്ക് പറഞ്ഞാൽ മനസ്സിലാവും. അവര് അതിന് ബന്ധമില്ലേ ബലി. അപ്പൊ പൗലോസിനെ അവിടെ പറഞ്ഞത് നീതീകരിക്കുകയാണ്. അപ്പൊ എന്താണ് ബലിയർപ്പണം, എന്താണ് നീതീകരിക്കുക എന്ന് പറഞ്ഞ് മനസ്സിലാക്കി പോകും. അബ്രാഹത്തിന്റെ കാലത്ത് ഈ അവിടെയുള്ള ജനങ്ങളുണ്ടല്ലോ, ആ ജനങ്ങളെ ബലിയർപ്പിക്കാൻ കൊണ്ടുപോകും. ബലിയർപ്പിക്കാന്ന് പറഞ്ഞാൽ എന്താർത്ഥം? ദൈവമേ, അങ്ങ് ഉന്നതനും മഹോന്നതനുമാണ്, ഞാൻ പാപിയാണ്, അതുകൊണ്ട് ഞാൻ എന്ത് പരിഹാരം ചെയ്യണം എന്നാ ചോദ്യം. അപ്പൊ ഞാൻ എനിക്കുള്ളതെല്ലാം നിനക്ക് തരാം, എന്റെ ഏറ്റവും പ്രിയപ്പെട്ട മകനെ നിനക്ക് തരാം. ഇതാണ് ആ കാലഘട്ടത്തിനുള്ള ബലിയർപ്പണം. മൊളോക്ക് ദേവൻ ഒരു ദേവനുണ്ട്, ഒരു പശുവിന്റെ തലയും മനുഷ്യന്റെ ഉടലുമായിട്ടൊരു ദേവൻ. ആ ദേവനെ ഇവിടെ ഉണ്ടാക്കി വെക്കും, ഇരുമ്പ് കൊണ്ടോ പിച്ചള കൊണ്ടൊക്കെ ഉണ്ടാക്കി വെക്കും. അതിനടിയിൽ അഗ്നി കൂട്ടും, തീ കൂട്ടും. എന്നിട്ട് ഇവര് പ്രാർത്ഥിക്കും, ദൈവമേ, ഇത് എന്നെ ഒന്ന് നിരപ്പാക്കണമേ, ഞാൻ താഴ്ന്നു കിടക്കുന്നു, ഞാൻ പാപിയാണ്, എന്നെ ഒന്ന് സഹായിക്കണമെന്ന് പറഞ്ഞ് തന്റെ ഏറ്റവും പ്രിയപ്പെട്ട പുത്രനെ, ആദ്യത്തെ മകനെ കൊണ്ടുപോയി മൊളോക്ക് ദേവന്റെ കയ്യില്, പശുവിന്റെ തലയും കൂടെ മനുഷ്യന്റെ ഉടലുമുള്ള ആ കയ്യില് കൊണ്ടുപോയി വെച്ചു കൊടുക്കും. ചുട്ടുപൊള്ളുന്ന അഗ്നിയിൽ അത് ഉരുകി നിൽക്കുകയായിരിക്കും, അങ്ങനെ കത്തി നിൽക്കുകയായിരിക്കും. പിച്ചള വെക്കുന്ന നിമിഷം പൊട്ടി മരിച്ചു. ഇതാണ് ബലിയർപ്പണം. ഇങ്ങനെ ഒരു ബലിയർപ്പണം അവിടെ കാലത്ത് നടക്കുന്നുണ്ട്. നമ്മുടെ നാട്ടിലും ഉണ്ടാണ് ബലിയർപ്പണം, അല്ലേ? നമ്മുടെ നാട്ടിലും ഇങ്ങനെ ദേവന് ബലിയർപ്പിക്കുക, പ്രീതി അർപ്പിക്കുക, രക്തം കാണാതെ ദൈവം പ്രസാദിക്കില്ല എന്നുള്ള സംഭവങ്ങളൊക്കെ ഉള്ള ഒരു ബാക്ക്ഗ്രൗണ്ടിലാണ് കിടക്കുന്നത്. അപ്പൊ ഇങ്ങനെയുള്ള ഒരു ബാക്ക്ഗ്രൗണ്ടില് ദൈവം അബ്രാഹത്തെ വിളിക്കുകയാണ്. അബ്രാഹത്തെ വിളിച്ചിട്ട് അബ്രാഹത്തിന് പിന്നെ പറയുന്നത് എന്താ? അവന്റെ പുത്രനെ ബലിയർപ്പിക്കില്ലയോ? ഇവരൊക്കെ ബലിയർപ്പിക്കുന്നുണ്ടല്ലോ, നീ നിന്റെ പുത്രനെയും ബലിയർപ്പിക്കുന്ന നോക്കട്ടെ. ഈ ബലിയർപ്പണത്തിന് കൊണ്ടുവരുമ്പോ ഈ ബലിയർപ്പണത്തിന് അബ്രാഹം തന്റെ മകനെയും കൊണ്ടുവന്ന് ബലിയർപ്പിക്കുക, ഇസ്ഹാക്കിനെ ബലിയർപ്പിക്കുക. ബലിയർപ്പിക്കുന്ന നിമിഷം ദൈവം അതിനിടപെട്ടു, മതി, നിർത്തിക്കോ. അവിടെ ഒരു പൂർത്തീകരണം സംഭവിക്കുകയാണ്. പൂർത്തീകരണം ഇതാണ്, നരബലി തീർന്നു, മതി, ഇനി മൃഗബലി മതി. ഇതൊരു സ്റ്റെപ്പിലേക്ക് ദൈവം എടുത്ത് ഉയർത്തുന്നതാ. മൃഗബലി പൂർണ്ണമായിട്ടൊന്നല്ല. നരബലിയിലൊന്നും ഞാൻ പ്രസാദിക്കുന്നില്ല, അതൊന്നും കാര്യമില്ലെന്ന്. അതുകൊണ്ടൊന്നും നിന്റെ പാപങ്ങളിനെ അതൊന്നും പൂർത്തീകരിക്കാൻ പറ്റുന്നില്ല. അപ്പൊ മൃഗബലിയിലേക്ക് അതൊന്ന് ഷിഫ്റ്റ് ചെയ്തു. അതാണ് ഇസ്ഹാക്കിനെ മാറ്റി അവിടെ പോലെ മറ്റേ കുഞ്ഞാനെ കൊണ്ടുവന്ന് വെച്ച് അത് ഫിനിഷ് ചെയ്യുന്നത്. ഇതൊരു പ്രവചനമാണ്. ദൈവം തന്റെ പുത്രൻ അയക്കുന്നുള്ള പ്രവചനമാണ്. അബ്രാഹാം തന്റെ പുത്രനെ ബലിയർപ്പിക്കുമ്പോൾ ദൈവം തന്റെ പുത്രൻ, പിതാവ് തന്റെ പുത്രനായി യേശു ക്രിസ്തുവിനെ ബലിയർപ്പിക്കാൻ പോകുന്നു എന്നുള്ളൊരു പ്രവചനം അവിടെ നടക്കുന്നുണ്ട്. അപ്പൊ ഇതാണ് അവിടെ ഫിനിഷ് ചെയ്യുന്നത്. പിന്നെ അവിടെ നിന്ന് എന്താ? യഹൂദന്മാർ ചെലുത്തുന്നില്ലേ ബലിയർപ്പണമുണ്ട്. അത് കാളകളെയും ആടുകളെയും പ്രാവുകളെയും ബലിയർപ്പണം, അത് തുടരുന്നു. ഇത് യഹൂദ ബാക്ക്ഗ്രൗണ്ട്.
അപ്പൊ അവർക്കറിയാം ഈ ഒരു ബലി വസ്തു, ഈ ഒരു ആട് അല്ലെങ്കിൽ ഈ കാള, ഇതിനെ ദൈവത്തിന് സമർപ്പിക്കുന്നു. അതിന്റെ മാംസം ആര് ഭക്ഷിക്കുന്നു? ഈ ജനം ഭക്ഷിക്കുന്നു. അപ്പോ ദൈവമായി അവർ ഒന്നിപ്പിക്കപ്പെട്ടു. ഇതാണ് അതിന്റെ കൺസെപ്റ്റ്. ഇതാണ് ബലിയർപ്പണം. ഇത് യേശു തുടങ്ങി വരുമ്പോൾ സ്നാപയോനൻ യേശു നോക്കി പറയുകയാണ്, പുരോഹിതനായ സ്നാപയോനൻ അല്ലെ, പുരോഹിത വംശത്തിൽപ്പെട്ട സ്നാപയോനൻ പറയുന്നത്, ഇതാണ് കുഞ്ഞാട്, ലോകത്തിന്റെ പാപം നിൽക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട്. യേശുവിനെ ചൂണ്ടിക്കാണിക്കുക. അതിന് പ്രവചനം. ഈ ഒരു ബാക്ക്ഗ്രൗണ്ടിലാണ് യഹൂദർക്ക് അല്ലെങ്കിൽ അപ്പസ്തോലന്മാർക്ക് മനസ്സിലാവുന്നത് ബലിയർപ്പണമാണ്. അപ്പോൾ അവർ ജനത്തോട് പറയുന്നത് ഇതാണ്, ഇതാ ലോകത്തിന്റെ പാപം നിൽക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട്, ഈ ബലിയർപ്പണം ഇവിടെ പൂർത്തീകരിക്കപ്പെട്ടു, ഇനി നമുക്ക് മൃഗബലിയുടെ ആവശ്യമില്ല. യേശു ക്രിസ്തുവിന്റെ കുരിശുമരണം ബലിയാണ്. യേശു ക്രിസ്തുവിന്റെ കുരിശുമരണം ബലിയാണ്. ഈ ബലിവസ്തു ദൈവത്തിലേക്ക് അർപ്പിച്ച് നമ്മൾ ഭക്ഷിക്കുന്നതാണ് അപ്പം മുറുക്കൽ ശുശ്രൂഷ. അതോടുകൂടി നമ്മളും ദൈവം തമ്മിൽ ഒന്നാക്കപ്പെട്ടു. ഈ ഒരു ബാക്ക്ഗ്രൗണ്ടിലുള്ള വിഷയം പൗലോസ് റോമാക്കാർക്ക് എഴുതിയ ലേഖനത്തിലേക്ക് കൊണ്ടുവന്നാൽ ശരിയാകുമോ? റോമാക്കാരുടെ ബാക്ക്ഗ്രൗണ്ടിൽ ശരിയാകുമോ? ശരിയാവില്ല. അവർക്ക് അറിഞ്ഞൂടാ. ഒരു നിരീശ്വരവാദി നമ്മളടുത്ത് പോയി ചോദിക്കുകയാണ്, ഒരു കാളനെ ഒന്ന് ബലിയർപ്പിച്ചാൽ ബലിയർപ്പണമാകുമോ? ദൈവം എന്താ രക്തം കൊണ്ട് പ്രസാദിക്കുന്ന ദൈവമാണോ? കാളയുടെ രക്തം പോരാണ്ട് പുത്രന്റെ രക്തം കൊണ്ട് പ്രസാദിച്ചിട്ടാണോ നിങ്ങൾ ചെന്നത്, നിങ്ങൾക്ക് കൃപ തന്നത് അല്ലെങ്കിൽ രക്ഷ തന്നത്? ഇവിടെ കടന്നു വരുന്നത് എന്താ? ദൈവം പ്രസാദിക്കുന്ന ദൈവം, രക്തം കണ്ട് പ്രസാദിക്കുന്ന ദൈവം. പുത്രൻ അതിനെ ശരിയാക്കാൻ വേണ്ടി കുരിശിൽ തൂങ്ങി രക്തം ചിന്തി പിതാവായ ദൈവത്തെ പ്രസാദിപ്പിച്ചു. അപ്പൊ ക്രൂരനായ ദൈവം പിതാവ് പുത്രൻ പ്രസാദിപ്പിക്കുന്നു. ഇങ്ങനൊരു കൺസെപ്റ്റ് കടന്നു വരിക. ഇത് എവിടെ വരുന്നത്? യഹൂദന്മാർക്കൊന്നും പ്രശ്നമില്ല. യഹൂദമതത്തിന് പുറത്തേക്ക് ക്രിസ്തു മതം കടന്നു വരുമ്പോൾ യുക്തിവാദികളുടെ ഇടയിലേക്കോ മുസ്ലിങ്ങളുടെ ഇടയിലേക്കോ മറ്റു മതങ്ങളുടെ ഇടയിലേക്കോ മറ്റു ആളുകളോട് പറയുമ്പോൾ ഒരു ലോജിക്കലി ചിന്തിക്കുമ്പോൾ എന്താ ദൈവം ഇങ്ങനെ പ്രസാദിക്കുകയാണ്? യേശു ക്രിസ്തു കുരിശിൽ തൂങ്ങി മരിക്കുന്നു, അത് കണ്ടിട്ട് ദൈവം ഓക്കെ പറഞ്ഞു, ശരി രക്ഷപ്പെട്ടു എന്ന് പറയുന്നു. അത് പറഞ്ഞാൽ ശരിയാകുമോ എന്നാ ചോദ്യം. ഇവിടെയാണ് പൗലോസ് പറയുന്നത് നീതീകരിക്കുക, സന്തുലിതമാക്കുക എന്ന് പറയുന്ന കാര്യം. റോമക്കാർക്ക് എഴുതിയ 3-ാം അധ്യായത്തിലെ ആ പദമുണ്ട്, 5-ാം അധ്യായത്തിലും ആ പദമുണ്ട്. ഇനി ആ വചനങ്ങളൊന്ന് വായിക്കാം. എല്ലാവരും പാപം ചെയ്ത് അയോഗ്യരായി. 3:23, 22 മുതൽ തന്നെ വായിക്കാം. ഈ ദൈവനിധി വിശ്വസിക്കുന്ന എല്ലാവർക്കും ആരെന്നുള്ള വ്യത്യാസം കൂടാതെ യേശു ക്രിസ്തുവിനുള്ള വിശ്വാസം വഴി ലഭിക്കുന്നതാണ്. എല്ലാവരും പാപം ചെയ്ത് ദൈവമഹത്വത്തിന് അയോഗ്യരായി അവർ അവിടുത്തെ കൃപയാൽ യേശു ക്രിസ്തു വഴിയുള്ള വീണ്ടെടുപ്പിലൂടെ സൗജന്യമായി നീതീകരിക്കപ്പെടുന്നു. വിശ്വാസം വഴി സംതൃപ്തമാകുന്ന രക്തം കൊണ്ടുള്ള പാപപരിഹാരമായി ദൈവം അവന് നിശ്ചയിച്ചു തന്നു. അവിടുന്ന് തന്റെ ക്ഷമയിൽ പഴയ പാപങ്ങൾ അവഗണിച്ചുകൊണ്ട് ഇപ്പോൾ തന്റെ നീതി വെളിപ്പെടുത്താനും അങ്ങനെ താൻ നീതിമാനാണെന്നും യേശുവിൽ വിശ്വസിക്കുന്നവനെ നീതീകരിക്കുന്നവനാണെന്നും തെളിയിക്കാനാണ് ഇപ്രകാരം ചെയ്തത്. ഇവരുടെ നീതീകരണം. റോമ 5:8, നാം പാപികളായ ഈ ക്രിസ്തു നമുക്ക് വേണ്ടി മരിച്ചു, അങ്ങനെ നമ്മോടുള്ള തന്റെ സ്നേഹം ദൈവം പ്രകടമാക്കിയിരിക്കുന്നു. ആയതിൽ ഇപ്പോൾ അവന്റെ രക്തത്താൽ നീതീകരിക്കപ്പെട്ട നാം അവൻ മൂലം ക്രോധത്തിൽ നിന്ന് രക്ഷിക്കപ്പെടുന്നത് തീർച്ചയാണല്ലോ. ഇനി വേറൊരു വചനം റോമ 8:2, എന്നാൽ യേശു ക്രിസ്തുവുള്ള ജീവാത്മാവിന്റെ നിയമം തന്നെ പാപത്തിന്റെയും മരണത്തിന്റെയും നിയമത എന്ന് സ്വതന്ത്രനാക്കിയിരിക്കുന്നു. 3, ശരീരത്താൽ ബലഹീനമാക്കപ്പെട്ട നിയമത്തിന് അസാധ്യമായി ദൈവം ചെയ്തു. ദൈവം തന്റെ പുത്രനെ പാപപരിഹാരത്തിന് വേണ്ടി പാപകരമായ ശരീരത്തിന്റെ സാദൃശ്യത്തിൽ അയച്ചുകൊണ്ട് പാപത്തിന് ശരീരത്തിൽ ശിക്ഷ വിധിച്ചു. ഇവിടെ എന്താ സംഭവിക്കുന്നത്? പാപത്തിന്റെ ശമ്പളം മരണം, നീതിമാന് സ്വർഗം. ഇതാണ് നീതി അല്ലേ? ഇതാണ് നീതിയുടെ നിയമം. അപ്പൊ ഈ നീതിയുടെ നിയമത്തെ യേശു ക്രിസ്തു മാറ്റണം. നീതിമാനും പരിശുദ്ധനുമായ യേശു ക്രിസ്തു പാപത്തിന്റെ ശമ്പളമായ മരണം ഏറ്റെടുത്തു. ചെയ്യാൻ പാടുമോ? നീതിമാനും പരിശുദ്ധനുമായ യേശു ക്രിസ്തുവിനെ മരണം കൊടുക്കുന്നത് നീതിയാണോ? മരണം കൊടുക്കുന്ന നീതിയാണോ? അതോടുകൂടി നീതിയുടെ നിയമം ക്യാൻസൽഡ്. പാപത്തിന്റെ ശമ്പളമാണോ മരണം എന്നൊരു നിയമം ഇനി ഇല്ല. കാരണം എന്താ? നീതിമാനും പരിശുദ്ധനുമായ യേശു ക്രിസ്തു മരണം ഏറ്റെടുത്തിരിക്കുന്നു. അപ്പൊ അതിന് നീതീകരണമില്ല. യേശുവിന്റെ കുരിശു മരണത്തിൽ ഒരു നീതീകരണവും ഇല്ല. അതിനാൽ പാപത്തിന് ശമ്പളമായ മരണം, നരകം എന്ന് പറയുന്നതിലും നീതിയൊന്നുമില്ല. ക്യാൻസൽഡ്.
എന്നാണ് ചെയ്യുന്നത്. ഇതിനാണ് നീതീകരിക്കുക എന്ന് പറയുന്നത്. ഇപ്പൊ ഞാൻ ദൈവത്തിന്റെ സന്നിധിയിലേക്ക് കടന്നു വരിക, ഞാൻ പാപിയാണ്, ദൈവമേ ഈ പരിശുദ്ധിയിൽ നിൽക്കുവാൻ എനിക്ക് യോഗ്യതയില്ല. അപ്പൊ ദൈവം പറയുന്നത്, ഞാൻ കാരുണ്യവാനാണ്, നീ സ്വർഗത്തിലേക്ക് വാ. അപ്പോ പറയാണ്, ദൈവം അങ്ങ് നീതിമാനല്ലേ, അപ്പൊ സ്വർഗത്തിലേക്ക് വരാൻ പറ്റുമോ? അപ്പൊ ദൈവം ഒരേ സമയം ദൈവത്തിന് നീതിമാനും കാരുണ്യവാനും ആക്കുവാൻ പറ്റുമോ? കാരുണ്യവാനാണെങ്കിൽ എല്ലാവരെയും സ്വർഗത്തിലേക്ക് കയറ്റും, നീതിമാനാണെങ്കിൽ ആരെങ്കിലും സ്വർഗത്തിലേക്ക് പ്രവേശിപ്പിക്കാനും പറ്റില്ല. അപ്പൊ ഒരേ സമയം ദൈവം നീതിമാനും കാരുണ്യവാനും ആകണം. അതിനെന്ത് മതി? എന്ത് ചെയ്താൽ മതി? നീതിയുടെ നിയമം ക്യാൻസൽ ചെയ്താൽ മതി. നീതിയുടെ നിയമം എന്താ? പാപത്തിന് ശമ്പളം മരണം, നാശം, നരകം. നീതിമാന് സ്വർഗം. ഈ നിയമം ക്യാൻസൽഡ്. എല്ലാവരുടെയും ദൈവം സ്വർഗത്തേക്ക് വിളിക്കുക. അപ്പൊ എന്ത് ചെയ്യണം? നീതിമാനും പരിശുദ്ധനുമായ യേശുക്രിസ്തു കുരിശിൽ തൂങ്ങി മരിച്ചതിനാൽ നീതീകരണമില്ല, അതിനാൽ നിന്നെ നരകത്തേക്ക് കൊണ്ടുപോകണമെന്ന് നിയമമില്ല. നിയമം ക്യാൻസൽ ചെയ്തിരിക്കുന്നു. അതുകൊണ്ട് സ്വർഗത്തിലേക്ക് വരിക. ഇതാണ് രക്ഷയിലേക്കുള്ള വിളി. ഇതാണ് യേശുക്രിസ്തുവിന്റെ മാധ്യസ്ഥം എന്ന് പറയുന്നത്. അപ്പൊ സ്വർഗത്തിൽ 3 സാക്ഷികളുണ്ട്: ആത്മാവ്, ജലം, രക്തം. യേശുക്രിസ്തുവിന്റെ തിരുവാലിൽ ഒഴുകിയ ജലം, തിരുവിലാന്ന് ഒഴുകുന്ന രക്തം, ക്രിസ്തുവിന്റെ ആത്മാവ്. ദൈവത്തിന് മനുഷ്യർക്ക് ഒരു മധ്യസ്ഥതയുള്ളൂ, മനുഷ്യനായ യേശുക്രിസ്തു. യേശുക്രിസ്തുവിന്റെ അടുത്താണ് നമ്മൾ ഈ മധ്യസ്ഥം കിട്ടുന്നത്, നിരപ്പാക്കുന്ന മധ്യസ്ഥം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഞാൻ ഒന്നിപ്പിക്കില്ല. അപ്പൊ ഇവിടെ വീണ്ടെടുപ്പ് സംഭവിച്ചു, നീതീകരണം സംഭവിച്ചു, പരിഹാരവും ചെയ്തു. അപ്പോൾ പാപത്തിന് തുല്യമായ ഒരു സഹനമുണ്ട്. ഈ സഹനം ക്രിസ്തു ഏറ്റെടുക്കാൻ തീരുമാനിക്കുക. എന്തിനു വേണ്ടി? നമ്മൾ ഏറ്റെടുക്കാണ്ടിരിക്കാൻ വേണ്ടി, നമ്മെ രക്ഷിക്കാൻ വേണ്ടി, നാശത്തിലേക്ക് നമ്മൾ പോകാതിരിക്കാൻ വേണ്ടി. അപ്പോൾ ഈ സഹനം എങ്ങനെ കടന്നു വരും? പാപം അതിന്റെ പൂർണ്ണമായ പവറില് ക്രിസ്തുവിന്റെ മേൽ വന്ന ഇങ്ങനെ പതിക്കുക. അതിന്റെ സഹനമാണ് വരുന്നത്. യേശുക്രിസ്തു പാപിയാവുന്നില്ല. ചില ബന്ധുസാരൊക്കെ പറയും യേശുക്രിസ്തു ഗെത്സമനേൽ പാപിയായിരുന്നു, കാരണം ദൈവം വിട്ടുപോയി, പിന്നെ പാപിയായിട്ട് യേശുക്രിസ്തുവിനെ കൊന്നു. അങ്ങനെയല്ല. പാപത്തിന്റെ പരിണിത ഫലമായ സഹനം യേശുക്രിസ്തുവിന്റെ മേലേക്ക് വരിക. സകല ആധിപത്യങ്ങളും, പ്രഭുത്വങ്ങൾ, അധികാരങ്ങൾ, തിന്മയുടെ ശക്തികൾ, സ്വർഗീയ വസിക്കുന്ന ദുരാത്മാക്കളൊക്കെ, അവനെ പുരോഹിതന്മാരും രാജാക്കന്മാരും ആധിപത്യങ്ങളും പ്രഭുത്വങ്ങളും, യൂദാസിനെ പോലെ കൂടെ നടന്ന സ്വർഗീയങ്ങൾ വസിക്കുന്ന ദുരാത്മാക്കളും സകല അധികാരങ്ങളും അവന്റെ മേൽ അതിന്റെ തതുല്യമായ രീതിയിലുള്ള സഹനത്തെ കൊണ്ടുവരിക. ആ സഹനത്തിന്റെ പരിണത ഫലമാണ് കുരിശുമരണം. അപ്പോൾ ആ കുരിശുമരണത്തിനും ക്രിസ്തു പിശാചിന് കീഴ്വഴങ്ങാതെ ദൈവത്തിന്റെ ഇഷ്ടമെന്ന് കരുതി അതിനെ സ്വീകരിക്കുന്നതാണ് രക്ഷ. എന്റെ ഹിതമല്ല അങ്ങയുടെ ഹിതം നിറവേറട്ടെ എന്ന് പറഞ്ഞെടുത്താണ് രക്ഷ. നമ്മളോടൊക്കെ പറയും ആരാണെങ്കിൽ ചെയ്യടാന്ന് പറയുന്ന പോലെ യേശുക്രിസ്തുവിന്റെ അടുത്ത് ദൈവപുത്രനാണെങ്കിൽ ഇറങ്ങി വേടാ എന്ന് പറഞ്ഞു. അവസാനത്തെ പ്രലോഭനത്. യേശുക്രിസ്തുവിനാണെങ്കിൽ ഇറങ്ങി വരാം, പക്ഷെ മരണം വരെ സ്വീകരിക്കുക. അപ്പൊ അങ്ങനെ ശരീര രക്തങ്ങൾ വിഭജിക്കപ്പെടുന്നിടത്താണ് അടുത്ത ബലിയുടെ പൂർത്തീകരണം. അതുവരെ മൃഗബലിയാണെങ്കിൽ ഇനി ധാന്യ ബലിയിലേക്ക് അത് പൂർത്തീകരിക്കുക. ഇനി മൃഗങ്ങളുടെ രക്തം കൊണ്ടൊന്നും രക്ഷയില്ല. ധാന്യബലി, അപ്പവും വീഞ്ഞുമാണ് ബലിയർപ്പണത്തിലേക്ക് ബലിയെ ക്രിസ്തു പൂർത്തീകരിച്ചു. ഇതാണ് മെൽക്കിസേദക്കിന്റെ ക്രമപ്രകാരമുള്ള ബലിയർപ്പണം. അബ്രാഹത്തിനടുത്ത് മെൽക്കിസേദക്ക് കൊണ്ടുപോയ 2 വസ്തുക്കളാണ് അപ്പവും വീഞ്ഞും. അത് യേശു അതിലേക്ക് പൂർത്തീകരിക്കുക. ധാന്യബലിയിലേക്ക്, അപ്പത്തിന്റെയും വീഞ്ഞിന്റെയും ബലിയർപ്പണത്തിലേക്ക് ക്രിസ്തു ഈ യഹൂദരുടെ ബലിയർപ്പണത്തെ അങ്ങോട്ട് പൂർത്തീകരിച്ചു. ആദ്യം നരബലിയായിരുന്നു, അത് പിന്നീട് മൃഗബലിയായി. അത് കഴിഞ്ഞിരിക്കുന്നു. രക്തം കൊണ്ടൊന്നും ദൈവം പ്രസാദിക്കുന്നതല്ല, അങ്ങനെ രക്തത്തിൽ ദാഹിയൊന്നുമല്ല ദൈവം. ഇതാ ബലിയർപ്പണം പൂർത്തീകരിക്കപ്പെട്ടു. ദൈവം തന്നെ ഭൂമിയിൽ കടന്നു വന്ന് നമുക്ക് വേണ്ടി മരിച്ചു, നമ്മുടെ സഹനങ്ങൾ ഏറ്റെടുത്തു, നമ്മുടെ പാപത്തിന്റെ പരിഹാരം ചെയ്തു. ഇനി അത് പൂർത്തീകരിക്കപ്പെട്ടിരിക്കുന്നു. ഇനി നമ്മൾ അതിൽ ബന്ധമാകുന്നത് ധാന്യബലിയുടെ, അപ്പത്തിലൂടെ, വീഞ്ഞിലൂടെ. അത് ക്രിസ്തുവിന് അറിയാവുന്ന ക്രിസ്തു എന്ത് ചെയ്തു? പെസഹ നാളിൽ ഇതാ ആരംഭിക്കുക, അപ്പവും വീഞ്ഞും എടുത്ത് വിശുദ്ധ കുർബാന സ്ഥാപിക്കുന്നു. ഈ വിശുദ്ധ കുർബാന സ്ഥാപിച്ചു കഴിഞ്ഞപ്പോൾ അതിന്റെ കണ്ടിന്യൂറ്റി കുരിശുമരണത്തിൽ അവസാനിക്കുകയാണ്. പെസഹയുടെ കുഞ്ഞാടിന്റെ ബലിയർപ്പണം എങ്ങനെയാ? വീട്ടിൽ ബലിയർപ്പിക്കും തലേദിവസം രാത്രി. പിറ്റേ ദിവസം അവർ പോയിട്ട് എന്ത് ചെയ്യും? പുരോഹിതനടുത്ത് പോയി ബലിയർപ്പിക്കും. ഇതേ ബലിയർപ്പണമാണ് സംഭവിക്കുന്നത്. യേശുക്രിസ്തു പെസഹ നാളിലെ തലേദിവസം രാത്രി വീട്ടിലെ ബലിയർപ്പണത്തിലെ അപ്പവും വീഞ്ഞെടുത്ത് പുതിയൊരു ബലിയർപ്പണം നടത്തുകയാണ്, തന്റെ ശരീരം രക്തവും. അതേ ബലി തന്നെ പിറ്റേ ദിവസം യഹൂദന്മാർ ദേവാലയത്തിൽ അർപ്പിക്കാൻ പോകുന്നത്. അത് ദേവാലയത്തിൽ യേശുക്രിസ്തു കടന്നു ചെന്ന് കുരിശിൽ പുരോഹിതന്മാര് യേശുവിനെ ബലിയർപ്പിക്കുക.
അങ്ങനെ ബലി, ഒരേ ബലിയത്, രണ്ട് ബലിയല്ല. അപ്പോൾ അപ്പവും ഇങ്ങനെയുള്ള ബലിയർപ്പണം ക്രിസ്തു കുരിശിലാണ് പൂർത്തീകരിക്കുന്നത്. അതുകൊണ്ട് ഒറ്റ ബലിയാണെന്ന് പറയുന്നത്. യേശുവിന്റെ കുരിശുമരണത്തിന്റെ യോഗ്യതയാണ് ഈ ബലിയർപ്പണം എന്ന് പറയുന്നത്. ഇങ്ങനെ കടന്നു വരുന്നത് യേശു അതാണ് ശുശ്രൂഷ അവിടെ നിർവഹിക്കുന്നത്. ദൈവരാജ്യത്തിന്റെ ഫലങ്ങൾ എത്തുന്നത് വരെ ഞാൻ ഈ മുന്തിരിയുടെ ഫലം രുചിക്കില്ല എന്ന് ഈശോ പറയുന്നുണ്ട്. എല്ലാം പൂർത്തിയായി എന്ന് പറയുന്നതിന് മുമ്പ് യേശു പറഞ്ഞ കാര്യം, എനിക്ക് ദാഹിക്കുന്നു. കുരിശുമരണത്തെ അത് പൂർത്തിയാക്കുമ്പോൾ എനിക്ക് ദാഹിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അവന്റെ ചുണ്ടിൽ പുളിച്ച വീഞ്ഞ് വെച്ചു കൊടുക്കുന്നുണ്ട്. അവസാനത്തെ കപ്പ് എല്ലാം പൂർത്തിയായി, കപ്പ് രസമായി. അവിടെ ബലിയർപ്പണം പൂർത്തിയായി. അത് ബലി എന്ന കൺസെപ്റ്റില്ലേ, ഇത് നീതീകരണം എന്ന കൺസെപ്റ്റില്ലേ പൗലോസിലേക്ക് അവതരിപ്പിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഇതാണ് അവിടെ പൂർത്തീകരിക്കപ്പെടുന്ന രക്ഷാകര കർമ്മം. ഇനി യേശുവിന്റെ തിരുവിലാവുന്ന രക്തവും ജലവും ഒഴുകി, ഇതാണ് മാമോദീസയുടെ അടിസ്ഥാനം. മാമോദീസ എത്ര തരണ്ട്? ബൈബിളിന്റെ വീക്ഷണത്തില് സ്നാപയോഹനം കൊടുക്കുന്ന ഒരു മാമോദീസയുണ്ട്, യേശു നൽകുന്ന ഒരു സ്നാനമുണ്ട്. സ്നാപയോഹനയുടെ സ്നാനത്തെ പറയുന്ന പേരെന്താ? മാനസാന്തരത്തിനുള്ള സ്നാനം. അതൊരു വെള്ളത്തിൽ മുങ്ങിപ്പൊങ്ങി, പുഴയിലൊക്കെ മുങ്ങിപ്പൊങ്ങിട്ട് അവർ ചെയ്തത്. യേശു നിന്ന് മാറ്റുന്നുണ്ട്. ആ മാറ്റുന്നത് എന്താ? ജലത്താലും അഗ്നിയാലുമുള്ള സ്നാനം, പരിശുദ്ധാത്മാവിനുള്ള സ്നാനം. സ്നാപയോഹനത്തിൽ സ്നാനം സ്വീകരിച്ച യേശു പറയുകയാണ്, ലൂക്ക 12:50 പറയുകയാണ്, എനിക്കൊരു സ്നാനം സ്വീകരിക്കാനുണ്ട്, അത് പൂർത്തിയാകുന്നവരെ എൻ്റെ ആത്മാവ് എത്ര ഞെരുങ്ങുന്നു. ഏതാണ് ആ സ്നാനം? കുരിശുമരണം. അപ്പോൾ ആ സ്നാനം സ്വീകരിക്കുമ്പോൾ വെള്ളത്തിൽ മുങ്ങിപ്പൊങ്ങിട്ടാണോ? അല്ല. പിന്നെന്ത് സംഭവിക്കുന്നത്? കുരിശിൽ കിടന്ന് പിടഞ്ഞു മരിച്ച് ഭൂമിക്കടിയിൽ പോയി മൂന്നാം ദിവസം ഉത്ഥാനം ചെയ്യുന്നു. നാം സ്വീകരിക്കുന്ന സ്നാനം സ്നാപയോഹനന്റെ വെള്ളത്തിൽ പൊങ്ങിപ്പോകുന്ന മാനസാന്തര സ്നാനമല്ല. പിന്നെ ഏത് സ്നാനമാണ്? യേശു ക്രിസ്തുവിന്റെ കുരിശുമരണത്തിൽ ഐക്യപ്പെട്ട് സംസ്കരിക്കപ്പെട്ട് ഉത്ഥാനം ചെയ്യപ്പെടുന്ന സ്നാനം. അതിന് റോമാക്കാർക്ക് എഴുതിയ ലേഖനം 6-3 യേശു ക്രിസ്തുവിന്റെ ഐക്യപ്പെടാൻ ജ്ഞാനസ്നാനം സ്വീകരിച്ച നാം എല്ലാവരും അവന്റെ മരണത്തോട് ഐക്യപ്പെടാനാണ് ജ്ഞാനസ്നാനം സ്വീകരിച്ചത് അറിഞ്ഞുകൂടെ? പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് സംസ്കരിക്കപ്പെട്ട് ഉത്ഥാനം ചെയ്ത കാര്യമാണ് പറയുന്നത്. ഇതാണ് നമ്മുടെ സ്നാനം. നമ്മൾ മനസ്സിലാക്കണം. ആരെങ്കിലും വിളിച്ചിട്ട് പറയണേ, ഞാൻ നോക്കൂ വെള്ളത്തിൽ മുങ്ങിപ്പൊങ്ങിയിട്ടാണ് യേശു സ്നാനം സ്വീകരിച്ചത്, സ്നാപയോഹനൻ സ്നാനം സ്വീകരിച്ചത് ബൈബിളിൽ കണ്ടിട്ടില്ലേ, അതുകൊണ്ട് വരൂ ഞങ്ങളുടെ കൂടെ വരൂ, ഞങ്ങൾ വെള്ളത്തിൽ മുക്കി തരാം എന്ന് പറഞ്ഞാൽ അതല്ല നമ്മുടെ സ്നാനം. ഇതാണ് നമ്മുടെ സ്നാനം. അതുകൊണ്ട് നമ്മൾ ജ്ഞാനസ്നാനം ആഘോഷിക്കുന്നത് എപ്പോഴാണ്? ആഘോഷിക്കുന്നത്? പെസഹ ശനിയാഴ്ച അല്ലേ? ദുഃഖവെള്ളിയാഴ്ച കഴിഞ്ഞ് പിറ്റേ ദിവസം നമ്മൾ ജ്ഞാനസ്നാനത്തിന്റെ വ്രതം നവീകരിക്കും, വിശ്വാസ പ്രമാണം ചൊല്ലിക്കൊണ്ട്. ആദ്യകാലങ്ങളിൽ ഇപ്പോഴും ഫ്രാൻസിലൊക്കെ അങ്ങനെ ആ ദിവസം നമ്മൾ മാമോദിസ കൊടുക്കുക. അതുവരെ ഒരുക്കിയിട്ട് പുതിയ വ്യക്തികളെ ഒരുക്കി വെള്ളിയാഴ്ച കഴിഞ്ഞ് ശനിയാഴ്ച മാമോദിസ കൊടുക്കുന്നത് സമ്പ്രദായം യൂറോപ്പിൽ ഇപ്പോഴും ഉണ്ട്. അനേകം പേർ യുക്തിവാദികൾ ക്രിസ്ത്യാനികളാണ് വരുന്നത്, പഠിച്ചൊരുങ്ങി ഇങ്ങനെ ക്രിസ്ത്യാനികളാവുന്നുണ്ട്. അതാണ് മാമോദിസയുടെ ദിവസം. ഇതിനാണ് ഐക്യപ്പെടുന്നത്. യേശു ക്രിസ്തുവിന്റെ തിരുവിലാവിലുള്ള ജലവും രക്തവുമാണ് ജനമാമോദിസ, രക്തം, വിശുദ്ധ കുർബാന. അപ്പൊ ഇത് ഒരുമിച്ച് നിൽക്കും. മാമോദിസ സ്വീകരിച്ച ഏതൊരു വ്യക്തിയും അവകാശമാണ് വിശുദ്ധ കുർബാന. അതുപോലെ സ്ഥൈര്യം യേശു ക്രിസ്തു ശിഷ്യന്മാരുമേൽ നിശ്വസിച്ചുകൊണ്ട് പറഞ്ഞു, നിങ്ങൾ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുന്നു. എവിടെയാ ശ്വാസം നഷ്ടപ്പെട്ടത് ഉണ്ടായിരുന്നത്? ഏദൻ തോട്ടത്തിൽ ആ ഒരു ശ്വാസം ഉണ്ടായിരുന്നു, ആസാരന്തരങ്ങൾ ലൂതിയ ശ്വാസം. അത് യേശു തിരിച്ചുവിടുക ശിഷ്യന്മാരുമേൽ വിശ്വസിച്ചുകൊണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ മാമോദിസയെ കുറിച്ച് പറയുമ്പോൾ ഇതാണ് മാമോദിസ നമ്മൾ പഠിച്ചത് അല്ലേ? അപ്പോൾ ആഗ്രഹത്താലുള്ള സ്നാനമുണ്ട്. ഇങ്ങനെ സ്നാനത്തിന് വേണ്ടി ഒരുങ്ങുന്ന വ്യക്തി പെട്ടെന്ന് മരിച്ചുപോയി. അപ്പൊ ആ സഭയിൽ ചേരാൻ ആഗ്രഹിച്ച വ്യക്തിയാണ്, അതിന് ആഗ്രഹത്താലുള്ള മാമോദിസ. ഇനി രക്തത്താലുള്ള സ്നാനമുണ്ട്. മാമോദിസ സ്വീകരിക്കാത്ത വ്യക്തി യേശു ക്രിസ്തുവിന് രക്തസാക്ഷിയായി. ആ വ്യക്തി വിശുദ്ധനാണ്. അതിന് രക്തത്താലുള്ള സ്നാനം. ഇങ്ങനെ 3 ടൈപ്പ് സ്നാനം. പിന്നെ ബൈബിളിൽ പറയുന്നത് യേശു ക്രിസ്തുവിനുള്ള സ്നാനം, യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനം സ്വീകരിച്ചു എന്നൊക്കെ പറയുന്ന ഭാഗമുണ്ട്. അതിനുള്ള കാരണം യോഹന്നാന്റെ സ്നാനവും ആ കാലഘട്ടത്തിൽ നടക്കുന്നുണ്ട്, യേശുവിന്റെ സ്നാനമുണ്ട്. അപ്പോസ്തല പ്രവർത്തനം 19-ാം അധ്യായത്തില് നമുക്ക് ഈ വാക്ക് കാണാം.
പൗലോസ് എഫെസോസിലെത്തി. അവിടെ ഏതാനും ശിഷ്യന്മാരെ കണ്ടു. അവരോട് ചോദിച്ചു, നിങ്ങൾ പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ചു? ഇല്ല, പരിശുദ്ധാത്മാവെന്ന് ഞാൻ കേട്ടിട്ട് പോലില്ല. എങ്കിൽ പിന്നെ നിങ്ങൾ ഏത് സ്നാനമാണ് സ്വീകരിച്ചത്? കാരണം എന്താ? സ്നാനം കൊടുക്കുമ്പോൾ പറയുന്ന വാക്ക് എങ്ങനെയാണ്? പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ സ്നാനം സ്വീകരിക്കുന്നു. അപ്പൊ ഇവര് സ്നാനം സ്വീകരിച്ചിട്ടുണ്ട് ശിഷ്യന്മാര്, പക്ഷെ അവര് പരിശുദ്ധാത്മാവിനെ കേട്ടുപോലില്ല. അങ്ങനെ കേൾക്കാതെ സ്നാനം സ്വീകരിക്കാൻ പറ്റുമോ? പറ്റില്ല. അപ്പൊ നിങ്ങൾ ഏത് സ്നാനം സ്വീകരിച്ചത്? യോഹന്നാന്റെ സ്നാനം. യോഹന്നാൻ എന്താ പറഞ്ഞത്? പൗലോസ് പറയാണ്, യോഹന്നാൻ തനിക്ക് പിന്നാലെ വരുന്നവനിൽ, അതായത് യേശുവിനെ വിശ്വസിക്കുന്നവർ ഉത്ബോധിപ്പിച്ചുകൊണ്ട് അനുതാപത്തിന്റെ സ്നാനമാണ് നൽകിയത്. ഇത് കേട്ട് അവർ കർത്താവായ യേശുവിന്റെ നാമത്തിൽ സ്നാനം സ്വീകരിച്ചു എന്ന് പറയുമ്പോൾ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിലുള്ള സ്നാനത്തെ പറ്റി പറയുന്നു. ബൈബിളിലെ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനം സ്വീകരിച്ചു എന്ന് പറയുമ്പോൾ യോഹന്നാന്റെ സ്നാനമല്ല എന്നറിയിക്കാൻ വേണ്ടിയാണ് എഴുതിയിരിക്കുന്നത്. എങ്ങനെയാ സ്നാനം കൊടുക്കേണ്ടത്? പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിലാണെന്നുള്ള വ്യക്തമാണ്. ഇനി പൗലോസ് അവരെ മേൽ കൈകൾ വെച്ചു, പരിശുദ്ധാത്മാവ് അവരെ മേൽ വന്നു. അപ്പൊ പരിശുദ്ധാത്മാവ് കടന്നു വരുന്നതിനെ പറ്റി ഞാൻ പറയാം. സ്നാനം എന്ന് പറയുന്ന ഒരു ശുശ്രൂഷയും കൂടെ ഉണ്ട്. അത് വെള്ളത്തിൽ മുങ്ങിപ്പോകുന്ന സ്നാപയോഹന്നാന്റെ സ്നാനമല്ല, ഇങ്ങനൊരു സ്നാനമുണ്ട്. ഡിഡാക്യ എന്നുള്ള പുസ്തകത്തിലെ സ്നാനത്തിന്റെ എങ്ങനെ ചെയ്യേണ്ടതെന്ന് പറയുന്നത്. ഡിഡാക്യ എന്ന് പറയുന്നത് AD 70-കളിലും 150-നും ഇടയിൽ എഴുതപ്പെട്ട പുസ്തകമാണ്. യേശുക്രിസ്തുവിന്റെ ശിഷ്യന്മാർ അപ്പോസ്തലന്മാർ ശിഷ്യന്മാരെ സഭയിൽ ഇത് എങ്ങനെ ശുശ്രൂഷ നിർവഹിക്കണമെന്ന് പറഞ്ഞ് എഴുതിയ പുസ്തകം. അപ്പൊ അതിന്റെ എഴുതിയിരിക്കുന്നത് ബാപ്റ്റിസം എന്ന അർത്ഥം കഴുകുക, മുങ്ങുക, സ്നാനം ചെയ്യുക. വെള്ളത്തിൽ പൊങ്ങി സ്നാനം ചെയ്യാം. അതല്ലെങ്കിൽ പാത്രം കൊണ്ട് വെള്ളം എടുത്ത് അവർ തലയിൽ ഒഴിച്ച് സ്നാനം ചെയ്യാം. അതും അല്ലെങ്കിൽ വെള്ളം ഒഴിച്ച് ശിശുക്കൾക്ക് സ്നാനം കൊടുക്കുന്ന നമുക്ക് കണ്ടില്ലേ, അതേപോലെ സ്നാനം ചെയ്യും. ഇങ്ങനെ 3 തരത്തിൽ സ്നാനം ചെയ്യാമെന്ന് അന്ന് സഭയുടെ പാരമ്പര്യത്തിൽ എഴുതി വെച്ചിട്ടുണ്ട്. ഈടാക്കി അതിന് ക്രമം നമ്മൾ ചെയ്യുന്നത്. വെള്ളത്തിൽ മുങ്ങിപ്പൊങ്ങുന്ന സ്നാനവും ഉണ്ട്, തലയിൽ വെള്ളത്തിൽ നിന്ന് പുഴയിൽ നിന്ന് വെള്ളം എടുത്ത് തലയിൽ ഒഴിക്കുന്ന സ്നാനമുണ്ട്. അല്ലെങ്കിൽ വെള്ളം വളരെ പരിമിതമാണെങ്കിൽ വെള്ളം എടുത്ത് തലയിൽ ഒഴിച്ച്, പക്ഷെ ജീവജലത്തിലേക്ക് കെട്ടിക്കിടക്കുന്ന വെള്ളം അവർ ഒഴുകുന്ന അരുവിയായിരിക്കും. അങ്ങനെ പറഞ്ഞത് അതാണ് നമ്മുടെ മാമോദിസ തൊട്ടിൽ വെള്ളം സൂക്ഷിക്കില്ലേ, വെള്ളം എടുത്ത് ഒഴുക്കുകയാണ് ചെയ്യുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇതാണ് മാമോദിസത്തിന്റെ ക്രമം. അപ്പൊ നമ്മൾ ഇന്നത്തെ കാലത്ത് പറയുന്നത് വിശ്വാസ സ്നാനം കേട്ടിരിക്കുന്നുണ്ട്. എന്താ? എന്നിട്ട് പറയും വിശ്വാസ സ്നാനം, ശിശു സ്നാനം എന്ന് തരംതിരിക്കുന്ന സ്നാനം. 2 തരം സ്നാനം ബൈബിളിലില്ല. ഈ 2 സ്നാനം ബൈബിളിലില്ല. ഞാൻ തരംതിരിച്ചിട്ടുണ്ടോ? വിശ്വാസ സ്നാനം, ശിശു സ്നാനം ബൈബിളിൽ തരംതിരിച്ചിട്ടുണ്ടോ? ഇല്ല. പെന്തോസ്തർ പറയുന്ന കാര്യം, നമ്മുടെ സ്നാനം ശിശു സ്നാനാണെന്നും അവരുടെ സ്നാനം വിശ്വാസ സ്നാനാണെന്നും, വിശ്വസിക്കുന്നവർ സ്നാനം സ്വീകരിക്കണമെന്ന് ബൈബിളിൽ പറയുന്നുണ്ട്. അപ്പൊ വിശ്വസിക്കുന്നവർ സ്നാനം സ്വീകരിക്കുന്ന ബൈബിളിൽ പറയുന്നത് കൊണ്ട് വിശ്വാസ സ്നാനം എന്ന പേര് ഇവരുണ്ടാക്കി വെച്ചിരിക്കുക. എന്നിട്ട് ഇവരുടെ സ്നാനം വിശ്വാസ സ്നാനാണെന്ന് പറഞ്ഞ് ബൈബിളിൽ പറയുന്ന സ്നാനം അവരുടെയാണെന്ന് പറയും. ഹല്ലേലൂയ. ഞാൻ ചോദിക്കട്ടെ, നമ്മൾ ശിശു സ്നാനം ചെയ്യുന്നുണ്ടല്ലോ, ശിശു സ്നാനം വിശ്വാസ സ്നാനമാണോ? അവരുടെ ഭാഷയിൽ പറയുകയാണെങ്കിൽ വിശ്വാസ പ്രമാണം ഏറ്റു പറഞ്ഞിട്ടാണല്ലോ നമ്മളും സ്നാനം സ്വീകരിക്കുന്നത്, അല്ലേ? വിശ്വാസ പ്രമാണം ചൊല്ലിച്ചുകൊണ്ട് വിശ്വാസം ഏറ്റു പറയിച്ചിട്ടാണ് കുട്ടിക്ക് സ്നാനം കൊടുക്കുന്നത്. ശിശുവിന് വേണ്ടി ആര് വിശ്വാസം ഏറ്റു പറയുന്നു? ഞാൻ സ്നാനം മാതാപിതാക്കളും അവർ അപ്പനും അമ്മയും പറയണം. അപ്പനും അമ്മയും വിശ്വാസം കൊടുക്കുള്ളൂ. അപ്പൊ ഞാൻ സ്നാനം മാതാപിതാക്കളും തലോട്ടമ്മയും പറയും. വിശ്വാസം ഏറ്റു പറഞ്ഞേ തീരൂ, അല്ലാതെ കൊടുക്കില്ല. അപ്പൊ വിശ്വാസം ഒരു കുഞ്ഞിന് വേണ്ടി അപ്പനും അമ്മയ്ക്ക് ഏറ്റു പറയാൻ പറ്റില്ലയോ? അതാണ് അടുത്ത ചോദ്യം. ബൈബിളിൽ നമുക്ക് 2 സന്ദർഭങ്ങൾ കാണാം. കാനാൻകാരിയായ സ്ത്രീ എന്ന് സംഭവിക്കുന്നത്, കുഞ്ഞിൽ നിന്ന് പിശാചിനെ പുറത്താക്കാൻ വേണ്ടി യേശുവിന്റെ അടുത്തേക്ക് വരിക. അപ്പോൾ യേശു എന്ന് പറയുന്നത്, എന്റെ കൺക്ലൂഷൻ എന്താ സംഭവിക്കുന്നത്? ഇതുപോലൊരു വിശ്വാസം ഞാൻ ഇസ്രായേൽ പോലും കണ്ടിട്ടില്ല. നിന്റെ മകൾ സുഖം പ്രാപിച്ചിരിക്കുന്നു. ആ കുഞ്ഞ് സുഖം പ്രാപിക്കാൻ വേണ്ടി, ആ കുഞ്ഞിന് വേണ്ടി കുഞ്ഞാണോ വിശ്വാസം ഏറ്റു പറഞ്ഞത്, അമ്മയാണോ വിശ്വാസം ഏറ്റു പറഞ്ഞത്? അമ്മയാണ്. അമ്മയുടെ വിശ്വാസം കാരണം കുട്ടിക്ക് സുഖം. ഇതുപോലെ ഒരു കുട്ടിയെ കൊണ്ട് അപ്പം വരുന്നുണ്ട്, ബാലനെ കൊണ്ട് പിശാചിനെ പുറത്താക്കാൻ പറ്റുമെന്ന് ചോദിച്ചു. എന്നിട്ട് ആ കഴിയുമെങ്കിലെന്നോ വിശ്വസിക്കുക മാത്രം ചെയ്യാന്ന് പറഞ്ഞപ്പോ പിതാവ് എന്ന് പറഞ്ഞേ, ഞാൻ വിശ്വസിക്കുന്നു. ആ കുട്ടിയാണോ വിശ്വസിച്ചത്, അപ്പനാണോ വിശ്വസിച്ചത്? അപ്പന്റെ വിശ്വാസം മൊത്തം പിശാചിനെ പുറത്താക്കുന്നത് കുട്ടിയിൽ നിന്ന്. ഇതുപോലെ പാപത്തിന്റെ അടിമത്തിൽ നിന്ന് ഒരു കുഞ്ഞിനെ വിടുവിക്കുവാനായി അപ്പനും അമ്മയും വിശ്വാസം പറഞ്ഞു കഴിഞ്ഞാൽ നടക്കില്ലെന്നാണ് കരുതുന്നത്. ഹല്ലേലൂയ. ഇത് വളരെ വ്യക്തമാണ്. ഇവിടെ യേശുവിന്റെ അരികിലേക്ക് കുഞ്ഞിന് പ്രവേശിക്കുമ്പോൾ, യേശു പോലെ സഭയാണ്, ക്രിസ്തുവിന്റെ ഭൗതിക ശരീരമാണ് സഭ.
സഭയിലേക്ക് കുട്ടിയെ പ്രവേശിപ്പിക്കാമോ? സ്വർഗരാജ്യം ഇവിടെ ആരംഭിക്കാം. കുട്ടിയെ പ്രവേശിക്കുമ്പോൾ ആ കുഞ്ഞിനെ പ്രവേശിക്കുമ്പോൾ പാടില്ല, സഭയിൽ അംഗമാക്കാൻ പാടില്ലയോ? യേശുവിന്റെ അടുത്ത് കുഞ്ഞുങ്ങളെ കൊണ്ടുവരിക. ശിഷ്യന്മാർ തടഞ്ഞു, വേണ്ട, കുട്ടികളൊന്നും അങ്ങോട്ട് പോകണ്ട, വലിയൊരു മാത്രം പോയാൽ മതി. ഈശോ എന്താ പറഞ്ഞത്? ശിശുക്കളെ എന്റെ അടുക്ക് പോയി അനുവദിക്കുന്നവരെ തടയണ്ട. പെന്തക്കോസ്താനി പറയുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ സ്വർഗത്തിലേക്ക് കുട്ടികളുടെ ദൈവങ്ങൾ കടത്തിവിട്ടോളും എന്നാണ്. പക്ഷെ നമ്മുടെ സ്വർഗം സഭയാണ്. സഭയിൽ പ്രവേശിപ്പിക്കുവാൻ ഇതൊരു തടസ്സം, കുഞ്ഞുങ്ങളാണ് ഒരു തടസ്സമല്ല. ഇതാണ് നമ്മൾ പറയുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇത്രയും വ്യക്തമാണ്. ബൈബിളിൽ എവിടെയും കുഞ്ഞിന് സ്നാനം കൊടുക്കേണ്ടതില്ലെന്നും കാണാൻ പറ്റില്ല. ഉണ്ടോ? കുടുംബം മുഴുവൻ സ്നാനം നൽകിയത് വളരെ വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട്. കുഞ്ഞുങ്ങളല്ലാത്ത കുടുംബാംഗങ്ങൾ മുഴുവൻ സ്നാനം ധരിച്ചതാണ് എഴുതിയിരിക്കുന്നത് അല്ല. ബൈബിളിലെ പ്രത്യേകത എന്താ? ആദിമസഭയാണ്. ആദിമസഭയിലെ ആദ്യമായി വിശ്വാസത്തിലേക്ക് വരുന്ന സമൂഹമാണ്. അതാണ് വിശ്വാസം ഏറ്റു പറഞ്ഞ സ്നാനം ധരിക്കുന്നത്. ആ കുടുംബനാഥൻ വിശ്വാസത്തിലേക്ക് വന്ന കുടുംബം മുഴുവൻ വിശ്വാസത്തിലേക്ക് വരിക. മക്കളടക്കം കൊണ്ട് എഴുതിയിട്ടില്ല എന്നുള്ളൂ. കുടുംബം അടക്കം എന്ന് പറയുമ്പോൾ ഇന്നത്തെ കാലത്ത് പോലെ ഒന്ന് രണ്ടുള്ള കുടുംബമല്ല, മക്കള് ഇഷ്ടമുള്ള കുടുംബമാണ്. ഹല്ലേലൂയ, യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ മഹത്വം. ഇതാണ് മാമോദിസയെ കുറിച്ച്. മാമോദിസ നൽകുമ്പോ തൊട്ട അടുത്ത് നൽകുന്ന ഒരു കുദാശയാണ്. തൊട്ട അടുത്ത് തന്നെ നൽകും. ബൈബിളിൽ കാണാം. ഇപ്പൊ നമ്മൾ വായിച്ചില്ല അപ്പോസ്തലപ്രവൃത്തിയുടെ 19-ാം അധ്യായം. സ്നാനം കൊടുത്തതിനു ശേഷം പൗലോസ് എന്താ ചെയ്യുന്നത്? ഇത് കേട്ട് കർത്താവായ യേശുവിന്റെ നാമത്തിൽ സ്നാനം സ്വീകരിച്ചു. പൗലോസ് അവരെ മേൽ കൈകൾ വെച്ചപ്പോൾ പരിശുദ്ധാത്മാവ് അവരെ മേൽ വന്നു. ഇതാണ് ഈ കൈവെപ്പാണ് തൈലാഭിഷേക ശുശ്രൂഷ. മാമോദിസ കൊടുക്കുമ്പോൾ പിറകെ ഒരു കൈവെപ്പ് ശുശ്രൂഷയുണ്ട്. 3 തരം കൈവെപ്പ് സഭയിലുള്ളത്. 1 സ്ഥൈര്യലേപനം, 2 തിരുപ്പട്ടം, 3 രോഗിലേപനം. ഇതിന് 3 തൈലം കൊണ്ട് നമ്മൾ അഭിഷേകം ചെയ്യും. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പൊ ഇവിടെ ഒരു ശുശ്രൂഷ കാണുകയാണ്. പൗലോസ് അവരെ മേൽ കൈകൾ വെച്ചു, പരിശുദ്ധാത്മാവ് അവരിൽ വന്നു. ഈ ശുശ്രൂഷയിൽ ഇത് ഇവിടെ മാത്രമല്ല, അപ്പോസ്തലപ്രവർത്തനം 8:14 ഇത് വളരെ വ്യക്തമായി പറയുന്നതാണ്. അപ്പോസ്തലപ്രവർത്തനം 8:14 എന്താ സംഭവിക്കുന്നത്? 7 ഡീക്കന്മാരെ തെരഞ്ഞെടുത്തു. സ്തെഫാനോസ്, ഫിലിപ്പോസ്, തീമോർ, നിക്കോളസ് എന്ന് പറഞ്ഞു. സ്തെഫാനോസിന്റെ പ്രവൃത്തി കഴിഞ്ഞിട്ട് അടുത്ത ഡീക്കൻ ഫിലിപ്പോസ് പ്രവർത്തനം ആരംഭിക്കുകയാണ്. അങ്ങനെ പ്രവർത്തനം ആരംഭിച്ചിട്ട് അവിടെ എത്തി, സമറിയയിലെത്തി. സമറിയയിൽ അവിടെ സുവിശേഷം പ്രസംഗിച്ചു. സമറിയക്കാർ ദൈവജനം കേട്ടു. ഡീക്കനാണല്ലോ, ഡീക്കന് മാമോദിസ അധികാരമുണ്ട്. ഡീക്കൻ മാമോദിസ കൊടുത്തു. ഉപദാശകളൊക്കെ പൗരോഹിത്യത്തിന് ചെയ്യുന്നത്. മാമോദിസ നമുക്കും കൊടുക്കാം അല്ലെ, വീട്ടു മാമോദിസ നമുക്കും കൊടുക്കാം. അപ്പൊ ഡീക്കൻ അവിടെയുള്ളവർക്കൊക്കെ മാമോദിസ കൊടുത്തു. മാമോദിസ കൊടുത്തു കഴിഞ്ഞാൽ സ്ഥൈര്യലേപനം കൊടുക്കണം. പിറകെ കൊടുക്കേണ്ട ശുശ്രൂഷയാണ് സ്ഥൈര്യലേപനം. അത് കൊടുക്കാനായിട്ട് നിർവാഹമില്ല, ഡീക്കനെ കൊണ്ട് പറ്റില്ല. മെത്രാൻ വരണം. മെത്രാന് മതം ചെയ്യാൻ കഴിയുന്ന ശുശ്രൂഷയാണ് ഈ കയ്യൊപ്പ് ശുശ്രൂഷ, തൈലാഭിഷേകം. അപ്പൊ എന്ത് ചെയ്തു? നമ്മുടെ സീറോമലബാർ സഭയിലാണെങ്കിൽ മെത്രാമാർ റൂഷ്മ ചെയ്ത് മൂറം തൈലം ഉപയോഗിച്ച് വൈദികർ ചെയ്യുന്നു. ഈ ലാറ്റിൻ സഭയിലേക്കാണെങ്കിൽ മെത്രാമാർ നേരിട്ട് വന്ന് ഇപ്പോഴും ചെയ്യുന്നു സ്ഥൈര്യലേപനം. പണ്ട് കാലത്തൊക്കെ സ്ഥൈര്യലേപനം ചെയ്യുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ മാമോദിസാരഥികൾ പള്ളിക്കുളത്തിലൊക്കെ പോയി മാമോദിസ വൈദികനോട് കൊടുക്കും. അത് കഴിഞ്ഞ് നേരെ വരിയായിട്ട് നിൽക്കും. മെത്രാൻ അവർക്ക് തൈലാഭിഷേകം കൊടുത്ത് നേരെ വരിയായി പള്ളി കയറ്റും. ഇങ്ങനെയാണ് ക്രിസ്ത്യാനികളാക്കിയിരുന്നത്. അങ്ങനെയാണ് ശുശ്രൂഷ നടന്നത്. അപ്പൊ പിന്നീട് എന്റെ സാഹചര്യം വൈദികർ ചെയ്യുന്നതൊക്കെ മെത്രാൻ ഊഷ്മ ചെയ്ത മൂറാം തൈലം ഉപയോഗിച്ച് വൈദികർ നൽകും. അപ്പൊ ഇവിടെ ഇങ്ങനെ സംഭവം, ഡീക്കൻ മാമോദിസ കൊടുത്ത് സ്ഥൈര്യലേപനം കൊടുക്കണം. ഉടനെ 14-ാമത്തെ വാക്യം, സമറിയക്കാർ ദൈവവചനം സ്വീകരിച്ചെന്ന് കേട്ടപ്പോൾ ജെറുസലേമിലുള്ള അപ്പോസ്തലന്മാർ പത്രോസിനെയും യോഹന്നെയും അവരടുത്തേക്ക് അയച്ചു. അവർ ചെന്ന് അവിടെയുള്ള പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുന്നതിന് അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. കാരണം അതുവരെ പരിശുദ്ധാത്മാവ് അവരെ മേൽ വന്നിരുന്നില്ല. അവർ കർത്താവായ യേശുവിന്റെ നാമത്തിൽ ജ്ഞാനസ്നാനം സ്വീകരിക്കുക മാത്രമേ ചെയ്തിരുന്നുള്ളൂ. പിന്നീട് അവരെ മേൽ അവർ കൈകൾ വെച്ച് അവർ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുകയും ചെയ്തു. ഇതാണ് ആ ശുശ്രൂഷ. ഇങ്ങനെ ഒരു ശുശ്രൂഷ കർത്താവ് ഏൽപ്പിച്ചിട്ടുണ്ട്, വരവേൽപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് അവരത് ചെയ്യുന്നത്.
അപ്പോൾ മാമോദിസ സ്വീകരിച്ച ഒരു വ്യക്തിയുടെയും അവകാശമാണ് ഈ സ്റ്റൈലിലെ. ഡീക്കനായ ഫിലിപ്പോസ് എന്ത് ചെയ്തു? മെത്രാന്മാരെ ഫോൺ വെച്ചു. മെത്രാന്മാർ പറഞ്ഞു, അവിടെ മാർപ്പാപ്പിയുണ്ട്, പേര് കർദിനാളുണ്ട്, ആരാ പത്രോസുണ്ട്, യോഹന്നാൻ, രണ്ടുപേരും അയക്കാം. അവർ രണ്ടുപേരും സമറിയയിലേക്ക് വന്നു. അവർ വന്നിട്ട് അവർക്കെല്ലാം കയ്യൊപ്പ് നൽകി, പരിശുദ്ധാത്മാവിനെ സ്ഥിരീകരിച്ചു. അവർക്ക് ലഭിച്ച മാമോദിസ ലഭിച്ച പരിശുദ്ധാത്മാവിനെ സ്ഥിരീകരിച്ചു. അതാണ് യേശു അപ്പോസ്തലന്മാരെ വിശ്വസിച്ചുകൊണ്ട് നിങ്ങൾ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുകയും പെന്തക്കോസ്ത് അനുഭവത്തിലെത്തി ആദ്യം ഇവർക്ക് നൽകുകയാണ്. ഹല്ലേലൂയ. അപ്പൊ ഈ ശുശ്രൂഷ യേശു പരമേൽപ്പിച്ചതാണ് അപ്പോസ്തലന്മാരെ. ഹല്ലേലൂയ. ഇങ്ങനെ ഒരു ശുശ്രൂഷയുണ്ട് സ്റ്റൈലിലെ. സഭ വിട്ടു പോകുമ്പോൾ ആളുകൾക്ക് നഷ്ടമാകുന്ന ശുശ്രൂഷയാണ് ഈ പറഞ്ഞ ശുശ്രൂഷ. ഇത് പെന്തക്കോസ്ത് സഭകളിലൊന്നുമില്ല, കത്തോലിക്ക സഭയിലുള്ളതാ, അപ്പോസ്തലിക സഭകളിലുള്ളതാ. ഇത് വിട്ടുപോയാൽ അവർക്കത് ലഭിക്കുന്നില്ല. അതാണ് പറഞ്ഞത്. ബൈബിളിലുള്ള കാര്യം അത്. പെന്തക്കോസ്തുകാർ എന്താ പറയുന്നത് അറിയാം? അവർക്ക് മാമോദിസ രണ്ട് തരം. ഒന്ന് വിശ്വാസ സ്നാനം, രണ്ട് പരിശുദ്ധാത്മ സ്നാനം. രണ്ട് സ്നാനം പറയാം. ബൈബിളിൽ എത്ര സ്നാനമുണ്ട്? ഒരു വിശ്വാസം, ഒരു കർത്താവ്, ഒരു സ്നാനമേ ഉള്ളൂ. വ്യക്തമായി പൗലോസ് പറയാ. ഇത് സൈനികമാണ്. അവർക്കതില്ല. അവർ പകരം എന്ത് ചെയ്യുന്നറിയാമോ? മാമോദിസ കൊടുക്കും. എന്നിട്ട് പറയും പരിശുദ്ധാത്മ സ്നാനത്തിന് വേണ്ടി പ്രാർത്ഥിച്ചോളം പറയും. അപ്പൊ അവരിങ്ങനെ കരങ്ങൾ ഉയർത്തി പരിശുദ്ധാത്മാവിന് വേണ്ടി ഭാഷാവേദന വേണ്ടി പ്രാർത്ഥിക്കും. എപ്പോ ഭാഷാവരം കിട്ടിയോ അപ്പൊ അവർക്ക് പരിശുദ്ധാത്മ സ്നാനം കിട്ടുന്നതാണ്. അതുകൊണ്ട് അവരെന്ത് ചെയ്യും? ഭാഷാവരം കിട്ടിയില്ലെങ്കിൽ ചുറ്റുള്ളവരുടെ മുമ്പിൽ നാണക്കേടാണ്. അതുകൊണ്ട് ഭാഷ ഉണ്ടാക്കി പറയാനുണ്ട്, തോന്നിയതൊക്കെ പറയാനുണ്ട്. അതാണ് ഇന്ന് ട്രോളായിട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. മറ്റേ പല സംഭവങ്ങളും ഭയങ്കര ട്രോളായി പോയിക്കൊണ്ടിരിക്കുക. ഇത് പരിശുദ്ധാത്മ ഇത് പരിശുദ്ധാത്മ സ്നാനം എന്ന പേരിൽ കൊണ്ടുവരിക. ഇങ്ങനെ ശുശ്രൂഷയൊന്നും ബൈബിളിലില്ല. പെന്തക്കോസ്ത് അനുഭവം കിട്ടണമെന്ന് പറഞ്ഞുകൊണ്ടാണ് ഇവരിങ്ങനെ പറയുന്നത്. നമ്മൾ ഇതിനെ പറയുന്നത് എന്താണ്? നമുക്ക് ലഭിച്ച സ്ഥൈര്യത്തിന് ലഭിച്ച അഭിഷേകത്തിന്റെ പ്രാർത്ഥനയിലുള്ള വർധനയെ നമ്മൾ പറയുന്നത് ഭാഷാപരമല്ല വരങ്ങൾ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ ഒരു ഡിഫറൻസ്. ഇതാണ് സ്ഥൈര്യം. നമ്മൾ ക്രിസ്ത്യാനിയാണ്. ക്രിസ്ത്യാനി എന്ന വാക്കിന്റെ അർത്ഥം എന്താ? നമ്മൾ കരുതുന്നത് ക്രിസ്തുവിന്റെ അനുയായി എന്നാണ്. യഥാർത്ഥത്തിൽ എന്താ അർത്ഥം? മിശിഹ എന്നാണ് അർത്ഥം. കർത്താവിന്റെ അഭിഷിക്തൻ. ഇത് നമ്മൾ ആഴത്തിൽ കുറിച്ചിടേണ്ട ഒരു വാക്കാണ്. CCC വളരെ വ്യക്തമായി പഠിപ്പിക്കുന്നുണ്ട് തൈലാഭിഷേകത്തിന്റെ ഭാഗത്ത്. കർത്താവിന്റെ അഭിഷിക്തൻ മിശിഹ. മറ്റൊരു മിശിഹയാകാനാണ് നമ്മൾ വിളിച്ചിരിക്കുന്നത്. നിന്റെ ഉള്ളിൽ ക്രിസ്തു രൂപപ്പെടുന്നത് വരെ ഞാൻ നീറ്റുതോ അനുഭവിക്കുന്നത് പൗലോസ് പറയുന്നത്. നമ്മെ എല്ലാം ക്രിസ്തുവിനെ പോലെ മറ്റൊരു മിശിഹയാക്കുവാനാണ്, ക്രിസ്തുവിനൊരു മിശിഹയാക്കുവാനാണ് ദൈവം ആഗ്രഹിക്കുന്നത്. അപ്പൊ നമ്മൾ തൈലം കൊണ്ട് അഭിഷേകം ചെയ്യുക, അഭിഷിക്തനാക്കുകയാണ്. ക്രിസം എന്ന വാക്കിൽ നിന്നാണ് ക്രിസ്ത്യാനി എന്നുള്ള വാക്ക് വരുന്നത്. ക്രിസം എന്ന വാക്കിന്റെ അർത്ഥം തൈലം എന്നാണ്. തൈലം കൊണ്ട് ആരാണ് അഭിഷേകം ചെയ്യുന്നത്? അവനാണ് ക്രൈസ്തവൻ, മിശിഹ. ഇതാണ് ക്രിസ്ത്യാനി എന്ന വാക്കിന്റെ അർത്ഥം. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ ഈ അഭിഷേകം എപ്പോഴും ലഭിക്കുന്നത്? തൈലാഭിഷേകത്തിന് ലഭിക്കുന്നത്. ഞാൻ ഒരിക്കലും ഡിബേറ്റ് നടത്തിയിട്ടുണ്ട്. പെന്തക്കോസ്ത് ക്രിസ്ത്യാനികളാണോ? ഞാൻ കത്തോലിക്കനായ ടിസനായിട്ടാണ് ഡിബേറ്റ് ചെയ്യണം. ഞാൻ ഈ വിഷയം പറയാൻ വേണ്ടി മാത്രമാണ് ഡിബേറ്റ് നടത്തിയത്. അപ്പൊ അവര് മാമോദിസ സ്വീകരിച്ച് എല്ലാവരും ക്രിസ്ത്യാനിയാവെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ക്രിസം അഥവാ തൈലം കൊണ്ട് അഭിഷേകം ചെയ്യപ്പെട്ടാൽ മാത്രമേ ക്രൈസ്തവനാവുകയുള്ളൂ, കർത്താവിന്റെ അഭിഷിക്തനാവുകയുള്ളൂ. അഭിഷേകം ലഭിക്കാതെ, തൈലം കൊണ്ട് അഭിഷേകം ലഭിക്കാതെ എങ്ങനെ ക്രിസ്ത്യാനിയാവുക എന്ന് പറഞ്ഞ ഞാൻ വാദിച്ചത്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ ഒരു ബോധ്യം പെന്തക്കോസ്തുകാർക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഡിബേറ്റ് ഏറ്റെടുത്ത് ചെയ്തത്. കാരണം അത് കേൾക്കാൻ പെന്തക്കോസ്ത് ക്രിസ്ത്യാനികളാണോ എന്ന് രണ്ട് കത്തോലിക്ക തമ്മിൽ ചർച്ച ചെയ്യുമ്പോൾ അവർ ഇൻട്രസ്റ്റ് ഒന്നും കേട്ടിരിക്കുക. കേൾക്കുമ്പോൾ ഈ ഒരു ബോധ്യം അവർക്ക് ലഭിക്കാൻ കുറെ പേർക്ക് ആ ബോധ്യം ലഭിച്ചു. ഇതാണ് ശരിയായ അഭിഷേകം, കർത്താവിന്റെ അഭിഷിക്തൻ. ഇങ്ങനെ ശുശ്രൂഷയുണ്ട്. കർത്താവിന്റെ അഭിഷേകം ഇതാണ് സ്ഥൈര്യ ശുശ്രൂഷ. ഹല്ലേലൂയ. മാമോദിസ സ്ഥൈര്യ. അടുത്ത കുർബാനയാണ് വിശുദ്ധ കുർബാന. വിശുദ്ധ കുർബാനയെ 3 കാര്യങ്ങളാണ്. ഒന്ന്, വിശുദ്ധ കുർബാന ബലിയാണ്. 2, വിശുദ്ധ കുർബാന വിരുന്നാണ്. 3, വിശുദ്ധ കുർബാന ആരാധനയാണ്. 3 കാര്യം പറയാം. എന്താണ് ബലി?
നമ്മൾ വിശുദ്ധ കുർബാനയെ ബലിയാണെന്ന് പറയുമ്പോ പലപ്പോഴും ബന്ധുസ്ഥർ പറയുന്ന ഒരു കാര്യമുണ്ട്, വിശുദ്ധ കുർബാന ബലിയല്ല എന്ന് പറയും. എന്നേക്കുമ്പോൾ ഈ ബലി അർപ്പിച്ചു കഴിഞ്ഞു, ഇനി ഒരു ബലിയർപ്പണം ശരിയല്ല, ഏതൊക്കെ ബലി അർപ്പിച്ചു കഴിഞ്ഞു എന്ന് പറയുകയാണ് അവർ. ഹെബ്രായ ലേഖനം 10-ാം അധ്യായം എടുത്തുകൊണ്ട് വിശുദ്ധ കുർബാന ഏക ബലിയാണ്. യേശുക്രിസ്തുവിന്റെ കുരിശ് പറഞ്ഞ ബലി തന്നെ നമ്മൾ അർപ്പിക്കുന്നത്. ആ ബലിയിലേക്ക് നമ്മൾ പോകുന്നത് പുതിയൊരു ബലിയൊന്നുമല്ല. ഈ അപ്പം മുറിക്ക് ശുശ്രൂഷ ബലിയർപ്പണം തന്നെയാണ്. എങ്ങനെയാ ബലിയർപ്പണമാണെന്ന് മനസ്സിലാക്കുന്നത്? ബൈബിളിൽ പറഞ്ഞിട്ടുണ്ട് ബലിയർപ്പണമെന്ന് ഉണ്ടല്ലോ. 1 Corinthians 10-ാം അധ്യായത്തില് നമ്മൾ നേരത്തെ വായിച്ച വചനം തന്നെയാണ്. 1 Corinthians 10-ാം അധ്യായത്തില് 15 മുതലുള്ള വചനങ്ങളിലെ 3 ബലിയർപ്പണത്തിന് പൗലോസ് മുന്നോട്ട് വയ്ക്കുകയാണ്. നമ്മളിത് വായിച്ച മനസ്സിലാക്കാൻ പറ്റും. ഒന്നാമത്തെ ബലിയർപ്പണം യഹൂദന്മാരുടെ ബലിയർപ്പണം, രണ്ടാമത്തെ ബലിയർപ്പണം വിജാതിയുടെ ബലിയർപ്പണം, മൂന്നാമത്തെ ബലിയർപ്പണം കർത്താവിന്റെ മേശ. ഇങ്ങനെ വയ്ക്കുന്നത്. എന്നിട്ട് പറയുകയാണ്, ജനനം കൊണ്ട് മാത്രം ഇസ്രായേൽക്കാരായവരെ നോക്കുവിൻ, ബലിവസ്തു ഭക്ഷിക്കുന്നവർക്കല്ലേ ബലിപീഠത്തിന്റെ ഭാഗഭാഗിത്വം. എന്നിട്ടടുത്തത് വിഗ്രഹത്തിന് അർപ്പിച്ച ആഹാര പദാർത്ഥം വിഗ്രഹം തന്നെ ഞാൻ ഉദ്ദേശിക്കുന്നുണ്ടില്ല. വിജാതി അർപ്പിക്കുന്നത് പിശാചനാണ്, ബലിയർപ്പിക്കുന്നത് പിശാചനാണ്, ദൈവത്തിനല്ല. എന്നിട്ട് പിന്നെ കർത്താവിന്റെ ബലിയർപ്പണം പറയുക. ഒരേ സമയം കർത്താവിന്റെ പാനപാത്രവും പിശാചുക്കളുടെ പാനപാത്രം പിടിക്കുന്നത് സാധിക്കുമോ? കർത്താവിന്റെ മേശയിലും പിശാചുക്കളുടെ മേശയിലും ഭാഗവാക്കുകളാകുവാൻ സാധിക്കുകയില്ല. 3 ബലിയർപ്പണം വയ്ക്കുകയാണ്. ഒന്ന് യഹൂദ ബലിയർപ്പണം, ബലിവസ്തു ഭക്ഷിക്കുന്നവർക്കാണ് ബലി പങ്കാളിത്തം. 2 കർത്താവിന്റെ മേശ. ഇതുപോലെ നമ്മൾ ക്രിസ്തുവിന്റെ, ഇതിനു മുമ്പത്തെ വചനം നമ്മൾ നേരത്തെ വായിച്ച വചനമാണ്, നാം ആശ്രയിക്കുന്ന പാനപാത്രം ക്രിസ്തുവിന്റെ രക്തത്തിന്റെ ഭാഗഭാഗിത്വമാണ്, നാം മുറിക്കുന്ന അപ്പം ക്രിസ്തുവിന്റെ ശരീരത്തിന്റെ ഭാഗഭാഗിത്വമാണ്. അപ്പം ഒന്നേയുള്ളൂ, അതിനാൽ പലരേക്കും നാം ഒരു ശരീരമാണ്. എന്നാൽ നാം ഒരേ അപ്പത്തിന്റെ ഭാഗമാക്കാണ്. ജനനം കൊണ്ട് ഇസ്രായേൽക്കാരായവരെ നോക്കുവിൻ, ബലിവസ്തു ഭക്ഷിക്കുന്നവർക്കല്ലേ ബലിപീഠത്തിന്റെ ഭാഗഭാഗിത്വം. അപ്പൊ യഹൂദൻ എന്താ ചെയ്യുന്നത്? ബലിമൃഗത്തെ ബലിയർപ്പിക്കുന്നു, ദൈവത്തിന് കാഴ്ച അർപ്പിക്കുന്നു. ആ ബലിവസ്തു ആര് ഭക്ഷിക്കുന്നു? ഇവർ ഭക്ഷിക്കുന്നു, ഇസ്രായേൽക്കാർ ഭക്ഷിക്കുന്നു. അങ്ങനെ ബലിയിൽ ഭാഗഭാഗിത്വം ലഭിക്കുന്നു. ഇതുപോലെ യേശുക്രിസ്തുവിന്റെ കുരിശുമരണത്തിന്റെ ബലിപീഠത്തിലെ ആ ഭാഗഭാഗിത്വം നമുക്ക് ലഭിക്കണമെങ്കിൽ ശരീര രക്തവും പിതാവിന് അർപ്പിച്ചിട്ട് നമ്മളത് ഭക്ഷിക്കണം. 2000 കൊല്ലത്തിന് ഇപ്പുറമുള്ള ഞാനും നിങ്ങളും യേശുക്രിസ്തുവിന്റെ ശരീര രക്തങ്ങൾ ഭക്ഷിക്കുന്നില്ലെങ്കിൽ ഈ ബലിവസ്തുവിൽ നമുക്ക് ഭാഗഭാഗിത്വമില്ല. അപ്പോൾ ഈ ഭാഗഭാഗിത്വം നമുക്ക് ലഭിക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? എന്താണോ ബലിവസ്തു, യേശുവിന്റെ ശരീര രക്തം, അത് നമ്മൾ ഭക്ഷിക്കണം. അത് ഭക്ഷിക്കാനുള്ള വഴി നമുക്ക് ഇന്ന് കിട്ടണമെങ്കിൽ എന്ത് വേണം? വിശുദ്ധ കുർബാന വേണം. അതാണ് യേശുക്രിസ്തു വിശുദ്ധ കുർബാന അർപ്പിക്കാൻ. ഇത് രണ്ടും ഒരേ ബലിയാണെന്ന് പറയുന്നത്. അപ്പൊ ഈ അപ്പം ഭക്ഷിക്കുകയും ഈ രക്തത്തിന് ഭാഗമാക്കുകയും ചെയ്യുമ്പോൾ ഈ ബലിയിൽ പങ്കാളിത്തം കിട്ടുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇതാണ് ആ ഒരു കണക്ഷൻ. യേശുക്രിസ്തുവിന്റെ കുരിശുമരണം ബലിയർപ്പണമാണെന്ന് ബൈബിളിൽ പറഞ്ഞിട്ടുണ്ടോ? ഉണ്ട്. ഈ വിശുദ്ധ കുർബാന ആ ഭാഗഭാഗിത്വമാണെന്ന് പറഞ്ഞിട്ടുണ്ടോ? ഇവിടെ വളരെ വ്യക്തമാണ്. ഹല്ലേലൂയ. ഇനി അടുത്തതായി, അതുകൊണ്ടാണ് നമ്മുടെ ബലിയർപ്പണം ദിവ്യബലി എന്ന് പറയുന്നത്. ദിവ്യബലി, ഇത് ബലിയാണ്. ഏത് ബലിയാണ്? പുതിയൊരു ബലിയാണോ? അല്ല. യേശുക്രിസ്തുവിന്റെ കുരിശുമരണത്തിലേക്ക് നമ്മളെ കൊണ്ടുപോകുക, സമയത്തിന് പുറകോട്ട് നമ്മെ കൊണ്ടുപോകാനുള്ള വഴിയാണ് കാണിക്കുന്നത്. ഹല്ലേലൂയ. ഇനി യേശുക്രിസ്തുവിന്റെ കുരിശുമരണം വിരുന്നാണ്. ഈ വിരുന്ന് എന്ന് പറയുമ്പോൾ ആ കാലഘട്ടത്തിൽ റോയൽ ഫാമിലി സ്ഥലത്ത് വിരുന്ന് കഴിഞ്ഞിരിക്കും, താഴെയുള്ളവർ വേറെ സ്ഥലത്ത് വിരുന്നിരിക്കും, ജാതിക്ക് തിരിച്ചിട്ട് വിരുന്നിരിക്കും. അത് മാറ്റി ക്രിസ്തുവാണ് എല്ലാവരും തുല്യരെന്ന് പറയാൻ വേണ്ടി ഈ വിരുന്ന് ഒരേ മേശയ്ക്ക് ചുറ്റും എല്ലാവരും തുല്യരായിട്ടിരിക്കുന്നത്. 1 Corinthians 11-ാം അധ്യായം 23 വചനങ്ങളിലെ ഈ ബലിയർപ്പണത്തെ പറ്റി പൗലോസ് പഠിപ്പിക്കുന്നുണ്ട്. ഇത് നിങ്ങൾക്ക് വേണ്ടിയുള്ള എന്റെ ശരീരമാണ്, എന്റെ ഓർമ്മയ്ക്കായി നിങ്ങൾ ചെയ്യും. അപ്രകാരം അത്താഴത്തിന് ശേഷം പാനപാത്രം എടുത്ത് അരുളി ചെയ്തു, ഇതിന്റെ രക്തത്തിലുള്ള പുതിയ ഉടമ്പടിയാണ്. നിങ്ങൾ ഇത് പാനം ചെയ്യുമ്പോൾ എല്ലാം എന്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. നിങ്ങൾ ഈ അപ്പം ഭക്ഷിക്കുകയും ഈ പാത്രത്തിൽ പാനം ചെയ്യുമ്പോൾ എല്ലാം കർത്താവിന്റെ മരണം, അവന്റെ പ്രത്യാഗമനം വരെ പ്രഖ്യാപിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ വിശുദ്ധ കുർബാന എന്ന് പറയുന്നത് കർത്താവിന്റെ മരണം, അവന്റെ പ്രത്യാഗമനം പ്രഖ്യാപിക്കുക ചെയ്യുന്നത്. വിശുദ്ധ കുർബാനയ്ക്ക് എന്താ സംഭവിക്കുന്നത്?
ആദ്യം മുതൽ യേശുവിന്റെ ജനനം മുതലേ മരണം, ഉത്ഥാനം, സ്വർഗ്ഗാരോഹണം എല്ലാം നമ്മൾ വീണ്ടും 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 അനുസ്മരിക്കുക. അതാണ് വിശുദ്ധ കുർബാന. അതാണ് വിശുദ്ധ കുർബാന. ഓരോ ഭാഗം കൊണ്ട് ഞാൻ പറയുന്നത് നമുക്കറിയാം. അപ്പൊ ഇവിടെ എന്താ സംഭവിക്കുന്നത്? കർത്താവിന്റെ മരണ സ്വർഗ്ഗാരോഹണം വരെ നമ്മൾ പ്രഖ്യാപിക്കുകയാണ് വിശുദ്ധ കുർബാന ചെയ്യുന്നത്. നമ്മൾ അഭിനയപ്പത്തിൽ കടന്നു ചെല്ലുകയാണ്. അപ്പൊ ചോദിക്കണം, ഈ അപ്പവും ഈ യേശുവിന്റെ ശരീരരക്തവുമാണോ? ശരീരരക്തവുമാണോ? അപ്പൊ നമ്മള് 3 ആർഗ്യുമെന്റ്, ഒരു ആർഗ്യുമെന്റ്, 4 ആർഗ്യുമെന്റ് നമ്മൾ പറയുന്നത് ട്രാൻസ്സബ്സ്റ്റാൻസിയേഷൻ. അതായത് സത്ത കംപ്ലീറ്റ് മാറി, അപ്പത്തിന്റെ ഇമേജിന് സത്ത മാറി യേശു ക്രിസ്തുവോട് സന്നിഹിതനായി. അപ്പം യേശുവിന്റെ ശരീരത്തിന്റെ ഏത് ഭാഗമാണ്? ഹൃദയത്തിന്റെ ഭാഗം, ശരീരത്തിന്റെ ഭാഗം. സത്യമായും യഥാർത്ഥപരമായ സത്താപരമായ യേശു ക്രിസ്തു മുഴുവൻ തന്നെയാകുന്നു. ശരീരത്തിന്റെ കഷ്ണമൊന്നുമല്ല, യേശു ക്രിസ്തു മുഴുവൻ തന്നെയാകുന്നു. ഉത്തിതനായ ക്രിസ്തുവിന്റെ ശരീരത്തിലാണ് നമ്മൾ കടന്നു വരുന്നത്. ഉത്തിതനായ ക്രിസ്തുവിന്റെ ശരീരത്തിന് പൂർണ്ണമായി നമ്മൾ സ്വീകരിക്കുക. യേശു ക്രിസ്തു കടന്നു വരുന്നത്. ശരീരത്തിന്റെ കഷ്ണമോ ഇപ്പൊ രക്തമായാലും അതും പൂർണ്ണമാണ്. അപ്പൊ ഒരപ്പം ഞാൻ സ്വീകരിക്കുമ്പോൾ യേശു ക്രിസ്തു മുഴുവൻ തന്നെയാണ്. ഒരപ്പം നിങ്ങൾ സ്വീകരിക്കുമ്പോൾ അത് യേശു ക്രിസ്തു മുഴുവൻ തന്നെയാണ്. അതിന് ശരീരം കഷ്ണമാക്കി മുറിച്ചു കൊടുക്കുകയല്ല. ഇതാണ് പ്രത്യേകത. ഇതാണ് ട്രാൻസ്സബ്സ്റ്റാൻസിയേഷൻ. അപ്പം എടുത്തു കഴിഞ്ഞാൽ അപ്പത്തിന്റെ സത്ത മാറി, സത്ത കംപ്ലീറ്റ് മാറി ദൈവം ഇവിടെ വസിക്കുന്നു. ദൈവത്തിന്റെ സത്തയായി മാറി. അപ്പോൾ അതിന്റെ കാണപ്പെടുന്ന രൂപം ആഗന്തുകൾ എന്ന് പറയും. ആഗന്തുകൾ കാണപ്പെടുന്നത് അപ്പമായിട്ടാണ്. സത്ത യേശു ക്രിസ്തു. ഇപ്പൊ എന്റെ സത്ത ഞാനാണ്, ജിന്തുവാണ്. കാണപ്പെടുന്നത് ശരീരമാണ്, ആഗന്ത് എന്ന് പറഞ്ഞു. അപ്പം ആഗന്തുക്കളാണ്, വീഞ്ഞ ആഗന്താണ്, സത്ത യേശു ക്രിസ്തുവാണ്. ഇങ്ങനെ പറയും. ഇങ്ങനെ പറയുന്ന പേരാണ് ട്രാൻസ്സബ്സ്റ്റാൻസിയേഷൻ. ബൈബിളിലുണ്ടോ? ഉണ്ട്. ആരെങ്കിലും വയോധികരുടെ കർത്താവിന്റെ അപ്പം ഭക്ഷിക്കുകയും അവന്റെ പാനപാത്രങ്ങൾ പാനം ചെയ്യുകയും ചെയ്താൽ അവൻ കർത്താവിന്റെ ശരീരത്തിനും രക്തത്തിനുമെതിരെ തെറ്റ് ചെയ്യുന്നു. ഈ അപ്പം വീഞ്ഞും കർത്താവിന്റെ ശരീരത്തോളം വ്യക്തമായിട്ട് പറയുക. ഇനി ഇത് മറ്റൊരു വാദം കോൺസബ്സ്റ്റാൻസിയേഷൻ തിയറിയാണ്. ലൂതർ കൊണ്ടുവന്ന പ്രൊട്ടസ്റ്റന്റ് വിപ്ലവത്തിൽ ലൂതർ പറഞ്ഞു അവിടെ അപ്പത്തിന്റെ സത്തയുമുണ്ട്, യേശു ക്രിസ്തുവിന്റെ സത്തയുമുണ്ട്. അങ്ങനെ ഒരാർഗ്യുമെന്റ്. അപ്പത്തിന്റെ സത്തയുമുണ്ട്, യേശു ക്രിസ്തുവിന്റെ സത്തയുമുണ്ട് എന്നുള്ള ആർഗ്യുമെന്റ് കോൺസബ്സ്റ്റാൻസിയേഷൻ. 2 സത്ത ഒരുമിച്ചെടുക്കുന്നു. മറ്റൊരു വാദമാണ് കാൽവിനിസത്തിന്റെ വാദം. അത് ഇപ്രകാരമാണ്. അതിലൊരു അപ്പം വീഞ്ഞു അങ്ങനത്തെ നിൽക്കുന്നു, ഒരു സ്പിരിച്വൽ പ്രസൻസ്, ഒരു ആത്മീയ പ്രസൻസ് ക്രിസ്തുവിന്റെ അവിടെ വളർന്നു വന്നു. യേശു ക്രിസ്തു ആത്മീയമായി അവിടെ വന്നു എന്നാണ് പറയുന്നത്. സ്പിരിച്വൽ പ്രസൻസ് മാത്രം. കാൽവിനിസം തന്നെയാണ്. ഇതൊക്കെ ഇന്ന് ആളുകൾ വിശ്വസിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് പറയുന്നത്. സിംഗിളി എന്ന് പറയുന്ന ഒരു വ്യക്തി മറ്റൊരു വിശ്വാസധാര കൊണ്ടുവന്നു. അതൊരു കൂട്ടായ്മയ്ക്ക് വേണ്ടി പറയുന്നത്. ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കാൻ എനിക്ക് പോവുക, ക്രിസ്തുവിനൊന്ന് ഓർക്കുക, വെറും ഓർമ്മയാചരണം, വെറുതെ ഓർത്താൽ മതി. യേശു ക്രിസ്തു മരിച്ചുത്താണ് ചെയ്ത് ഓർമ്മിക്കാൻ വേണ്ടി. അപ്പം ഇതിലൊന്നും പ്രത്യേകിച്ചൊന്നുമില്ല. അത് ഓർക്കാൻ വേണ്ടി നമ്മൾ ഒരുമിച്ചിരിക്കുമ്പോൾ അത് ഓർക്കുക. യേശു ക്രിസ്തു മരിച്ചു, ഭക്ഷിക്കുക, ബാക്കിയുള്ളത് കളയുക, കഴിഞ്ഞിട്ട് പോവുക. എന്താ ഇങ്ങനെയൊക്കെ വരാൻ കാരണം? കത്തോലിക്ക സഭ വിട്ടുപോയപ്പോൾ പിന്നെ അവർ എത്ര എടുത്ത് ഉയർത്തിയാലും, അപ്പം എടുത്ത് വീഞ്ഞെടുത്ത് ഉയർത്തിയാലും അതിലവർക്ക് യേശു ക്രിസ്തുവിന്റെ പ്രസൻസ് കിട്ടുന്നില്ല. മനസ്സിലാവുന്നുണ്ടോ? അത് സഭയിലേ ഉള്ളൂ. സഭയ്ക്ക് പുറത്തു പോകുമ്പോൾ ഇത് കിട്ടുന്നില്ല. കിട്ടാതെ അവർക്ക് സംബന്ധിച്ചിടത്തോളം ഇതിന് യേശുവിനെ കാണാനില്ല. അപ്പൊ അത് ഓർമ്മയാചരണമാക്കിയും സ്പിരിച്വൽ പ്രസൻസ് ആക്കി കോൺസബ്സ്റ്റാൻസിയേഷൻ ആക്കി ഒക്കെ അവർ മുന്നോട്ട് പോവുകയാണ്. ഇന്ന് പെന്തക്കോസ്ത് പാഠത്തിലൊക്കെ പ്രധാനമായും ഓർമ്മയാചരണമാണ് മെയിനായിട്ട് പറയുന്ന തിയറി. വിശ്വസിക്കുന്ന തിയറി സ്പിരിച്വൽ പ്രസൻസ് ആണ്. മനസ്സിലായി പറഞ്ഞത്? അവരപ്പം അവർക്ക് ശുശ്രൂഷ വിശുദ്ധ കുർബാനയെ അവർ പരിഹസിച്ച് പറഞ്ഞാൽ അവർക്കുണ്ട് ഈ കർത്താവിന്റെ മേശ എന്ന് പറഞ്ഞിട്ട് ഒരു സംഭവം. കൊല്ലത്തിലൊരിക്കൽ ഒരു കർത്താവിന്റെ മേശയ്ക്ക് എടുക്കും. അതെടുക്കാൻ വേണ്ടി ഒരു 3 ദിവസം ഉപവസിക്കും, പ്രാർത്ഥിക്കും. എന്നിട്ട് കർത്താവിന്റെ മേശയ്ക്ക് എടുത്ത് ഒരു അപ്പം എടുത്ത് വീഞ്ഞൊക്കെ എടുത്ത് വാഴ്ത്തൊക്കെ ചെയ്യും. എന്നിട്ട് പറയും ഓർമ്മയാചരണം മാത്രം പറയും. പക്ഷെ ഈ അപ്പം വീഞ്ഞ സ്പിരിച്വൽ പ്രസൻസ് ഉണ്ടെന്ന് പറയും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇതാണ് ഈ ഒരു സംഭവം. മനസ്സിലാക്കാൻ സാധിച്ചു? ഇത് കത്തോലിക്ക സഭയിലാണ് ഈ വിശുദ്ധ കുർബാനയിലെ ഈ പ്രസൻസ് നമുക്ക് ലഭിക്കുകയുള്ളൂ. അത് വിട്ടുപോകുമ്പോൾ ഇങ്ങനെയുള്ള തിയറികളിലേക്ക് വരും.
അതുകൊണ്ടാണ് അവർ നമ്മുടെ വിശുദ്ധ കുർബാനയെ പരിഹസിക്കുന്നത്. അവരുടെ കർത്തൃമേശന് വെറും ഓർമ്മയാചാരമാണ് ബലിയർപ്പണമല്ല എന്ന് പറയാനുള്ള അടിസ്ഥാനപരമായ കാരണം. ഇത് മനസ്സിലാക്കിയിട്ട് വേണം അവരുമായി സംസാരിക്കുമ്പോൾ. ഇതിന് തെളിവുകൾ ഞാൻ പറഞ്ഞു. ഇനി വിശുദ്ധ കുർബാന നമ്മൾ ആരാധനയാണ്. വിശുദ്ധ കുർബാനയ്ക്ക് മധ്യം നമ്മൾ ആരാധനയ്ക്ക് എടുത്തു വെക്കും അല്ലെ. അപ്പം വീഞ്ഞും എടുത്തു ഉയർത്തും. നമ്മൾ ആരാധന ഗീതം ആലപിക്കും. യേശുവിന്റെ കുരിശുമരണത്തിൽ ആരാധന ഉണ്ടായിട്ടുണ്ടോ? 12 മണി മുതൽ 3 മണി വരെ കുരിശുമേ കിടക്കുകയാണ് കർത്താവ്. അവിടെയുള്ളവർ അവനെ നിന്ദിക്കുന്നു. പക്ഷെ അവൻ ഉയർത്തപ്പെട്ടു. ആ ബലി ഉയർത്തപ്പെട്ട ബലിയാണ്. ഉയർത്തപ്പെടുകയാണ്. കുരിശൻ ഉയർത്തപ്പെടുകയാണ്. ഞാൻ ഉയർത്തപ്പെടുമ്പോൾ സകലരെയും ആകർഷിക്കും. ഇതിന്റെ ആരാധനയാണ് വിശുദ്ധ കുർബാന നമ്മൾ ആരാധനയിൽ ഉയർത്തുന്നത്. അതിന്റെ എക്സ്റ്റൻഷനാണ് ദിവ്യകാരുണ്യ ആരാധന. അതൊന്നും നീട്ടിപ്പിടിക്കലാണ് ദിവ്യകാരുണ്യ ആരാധന. പണ്ട് കാലത്ത് വിശുദ്ധ കുർബാനയുടെ ഒരു ആരാധന കഴിയും. എന്നാൽ തിരുപ്പാതയും അവർ സൂക്ഷിക്കും. രോഗികൾ കൊടുക്കാൻ വേണ്ടി അവർ വിശുദ്ധ കുർബാന കുറച്ച് എടുത്തു വെക്കും. ആ എടുത്തു വെക്കുന്നതിന് മുമ്പിൽ ആദിമ സമയമാക്കുമ്പോൾ 1-ാം നൂറ്റാണ്ടിൽ 2-ാം നൂറ്റാണ്ടിലൊക്കെ അതിന് മുമ്പിൽ ഇരുന്ന് പ്രാർത്ഥിക്കുമായിരുന്നു. അത്രേ അവർക്കറിയാം അത് ക്രിസ്തു ആണെന്നുള്ള കാര്യം. അതിൽ കൊണ്ടുപോയി കൊടുക്കും. പിന്നെ വീണ്ടും ഒരു പുതിയ ബലി അവർ പരിഹരിച്ചു. അങ്ങനെയാണ്. അപ്പൊ അത് എടുത്തു വെക്കുന്ന പരിപാടി, എടുത്തു വെക്കുന്ന സംഭവം യഹൂദന്മാർക്കുണ്ട്. യഹൂദന്മാർ തിരുസാന്നിധ്യത്തിന്റെ അപ്പം എടുത്തു വെക്കുമായിരുന്നു. ദാവീദ് മനുഷ്യ ഭക്ഷിച്ച കാര്യം പുരോഹിതന്മാർക്ക് മാത്രം കാഴ്ചയപ്പം ഭക്ഷിച്ചു എന്ന് പറഞ്ഞ കാര്യം പറയുന്നുണ്ടല്ലോ. അപ്പൊ അതാണ് സഭയിൽ വീണ്ടും വിശുദ്ധ കുർബാന എടുത്തു വെക്കുന്ന സംഭവത്തിലേക്ക് കൊണ്ടുവരാൻ കാരണം. അപ്പൊ അത് എടുത്തു വെച്ച ആരാധനയും പിന്നീട് കടന്നു വരിക. കാരണം കുരിശിൽ അവൻ നിന്ദിക്കപ്പെട്ടു. അവിടെ മറിയവും യോഹനാനും കുറച്ച് സ്ത്രീകൾ മാത്രമാണ് ആരാധനയ്ക്ക് നിന്നത്. അതാണ് നമ്മൾ ആരാധനയെ കൊണ്ടുവരുന്നത്, ദിവ്യകാരുണ്യ ആരാധനയാണ്. അപ്പൊ ഈ അപ്പം ആരാധനയ്ക്ക് യോഗ്യമാണോ? യേശു ആയതുകൊണ്ട് ആരാധനയ്ക്ക് യോഗ്യമാണ്. യേശു ആയതുകൊണ്ട് ചില ബന്ധുസാരി പറയുന്നുണ്ട്, നമ്മളത് വിഗ്രഹത്തെ ആരാധിക്കുന്നു, അപ്പത്തെ ആരാധിക്കുന്നു. വിഗ്രഹാരാധനയാണ്. എന്താ കാരണം? ഈ അപ്പത്തിൽ യേശു വസിക്കുമെന്ന് വിശ്വസിച്ചു കഴിഞ്ഞാൽ യേശുവിനെ ആരാധിക്കാൻ പാടും. അതുകൊണ്ട് നമ്മൾ ആരാധിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. പ്രധാനമായും ഈ വിശുദ്ധ കുർബാന എന്തിനുള്ളതാണ്? ആരാധിക്കാൻ വേണ്ടിയിട്ടാണോ ഭക്ഷിക്കാൻ വേണ്ടിയിട്ടാണോ? ഭക്ഷിക്കാൻ വേണ്ടിയിട്ടാണ്, ആരാധിക്കാൻ വേണ്ടിയിട്ടല്ല. ഭക്ഷിക്കാൻ വേണ്ടിയിട്ടാണ്. വിശുദ്ധ കുർബാന അടിസ്ഥാനപരമായ സംഭവം ഭക്ഷിക്കാൻ വേണ്ടിയിട്ടാണ്. ഭക്ഷ്യയോഗ്യമല്ലാതെ ആയാൽ പിന്നെ യേശു ഇല്ല. അപ്പം നാശമായി കഴിഞ്ഞാൽ, അല്ലെ, കുറെ കാലം ഇരുന്ന് നാശമായി പോയാൽ പിന്നെ അതിൽ യേശു ഇല്ല. ഇപ്പോഴത്തെ ഒരു സംഭവം പറഞ്ഞു. പള്ളിയിൽ ബലിയർപ്പണത്തിനിടെ അപ്പം ഉണ്ടായിരുന്നു. കുറെ മാസങ്ങൾക്ക് ശേഷം പള്ളി കൂട്ടി. കുറെ മാസങ്ങൾക്ക് ശേഷം അച്ഛൻ കൊണ്ടുവന്ന് അപ്പം എടുത്ത് കൊണ്ടുപോയി, സഞ്ചിയിലിട്ട് കൊണ്ടുപോയി എന്ന് പറയാൻ ഭയങ്കര വിവാദമാക്കി. പക്ഷെ അതപ്പത്തിന് യേശു ഇല്ല, കാരണം നശിച്ചു പോയി. അങ്ങനെ ഇപ്പോഴത്തെ സാഹചര്യം പള്ളി കൂട്ടി സന്ദർഭം പറഞ്ഞിട്ടുണ്ട്. ഹല്ലേലൂയ. അത് ഭക്ഷിക്കാനുള്ള അർഹതയിൽ മാത്രം ദൈവം അവിടെ വസിക്കുന്നുണ്ട്. ഭക്ഷിക്കാനാണ്, പ്രധാനമായും ഭക്ഷിക്കാൻ തന്നെ ഉദ്ദേശിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. അതാണ് വിശുദ്ധ കുർബാന. ഇനി ഏതെങ്കിലും മേഖലയിൽ വിശുദ്ധ കുർബാനയെ കുറിച്ച് സംശയം വരുന്നുണ്ട് എങ്കിൽ അടുത്ത ഉദാഹരിക്കുന്നത് കുംഭസാരം. പാപം മോചിക്കാൻ ആർക്കാണ് അധികാരം? ദൈവത്തിന് മാത്രം അധികാരം. ഒരു മനുഷ്യപുത്രന് അധികാരം കിട്ടിയിരുന്നു. മനുഷ്യൻ ആരാണ്? മനുഷ്യൻ യേശു ക്രിസ്തു. മനുഷ്യൻ എന്ന നിലയിൽ തന്നെ ഈ അധികാരം പിടിച്ചെടുത്തു ഞാൻ പറഞ്ഞു. ദൈവം എന്ന നിലയിലും ആ അധികാരമുണ്ട്. പിശാചിനെ പുറത്താക്കാൻ അധികാരം ആർക്കാണ്? പിശാചിന് മേൽ അധികാരമില്ലാത്ത വ്യക്തിക്ക്, ദൈവത്തിനും ഒരു മനുഷ്യപുത്രനും. ആരാണ്? യേശു ക്രിസ്തു. അപ്പൊ ഈ പ്രപഞ്ചത്തിന്, ഈ ഭൂമിയുടെ മുഴുവൻ അധികാരി ഇപ്പൊ ആരാ? പിശാചാണോ? അല്ല. അത് ആര് പിടിച്ചെടുത്തു? യേശു പിടിച്ചു. യേശു എന്ന മനുഷ്യന്റെ കയ്യിൽ ഈ അധികാരം മുഴുവൻ. കുരിശുമരണത്തിൽ ഈ അധികാരം മുഴുവൻ യേശു പിടിച്ചെടുത്തു. അങ്ങനെ പിശാചിന്റെ തല തകർത്തു, അധികാരിയെ പുറത്താക്കി. ഇതാ ഭൂമിയുടെയും പാതാളത്തിന്റെ താക്കോൽ എന്റെ കൈവശം ഉണ്ടെന്നൊക്കെ യേശു പറയാൻ കാരണം എന്താ? യേശുവാണ് അധികാരി. അധികാരമുള്ളവൻ അധികാരം നൽകിയ അധികാരം കിട്ടുമോ? കിട്ടുമോ? ഞാനൊരു കസേരയിട്ട് ഓടിയിരുന്നു. ഞാൻ പറഞ്ഞു, ഞാനാണ് കേരളത്തിലെ മുഖ്യമന്ത്രി. നിങ്ങൾ സമ്മതിക്കില്ല. ഗവർണർ എനിക്ക് സത്യപ്രതിജ്ഞാവാചകം ചൊല്ലി തന്നു. ഞാൻ ഏറ്റെടുത്തു. അധികാരമുള്ളവൻ എനിക്ക് അധികാരം തന്നു. എനിക്ക് അധികാരം കിട്ടും. മുഖ്യമന്ത്രി ആവും ഞാൻ. ആവും. 6 മാസം കഴിഞ്ഞിട്ട് ഇലക്ഷൻ നേരിട്ടാൽ മതി. അധികാരം കിട്ടും. ഹല്ലേലൂയ. അധികാരമുള്ളവൻ അധികാരം കൊടുക്കാൻ പറ്റും. യേശു അധികാരം പിടിച്ചെടുത്തിട്ട് ഈ അധികാരം ആർക്ക് കൊടുത്തു? അപ്പസ്തോലന്മാർക്ക് കൊടുത്തു. വേറെ ആർക്കും കൊടുത്തിട്ടില്ല.
അപ്പോസ്തലന്മാർ പറഞ്ഞു, നിങ്ങൾ എന്റെ ശുശ്രൂഷ ചെയ്യും. ഇതാണ് പൗരോഹിത്യ ശുശ്രൂഷ. പുരോഹിത ശുശ്രൂഷ എന്ന് പറയുന്നത് ഇത് ശുശ്രൂഷ ഏൽപ്പിക്കാൻ. മാമോയിസ, സ്ഥൈര്യ ലേവനം, വിശുദ്ധ കുർബാന, അടുത്ത കുമ്പസാരം ഏൽപ്പിക്കാൻ. നിങ്ങൾ ആരുടെ പാപങ്ങൾ ക്ഷമിക്കുന്നോ ക്ഷമിക്കപ്പെട്ടിരിക്കും, ആരുടെ പാപങ്ങൾ ബന്ധിക്കുന്നോ ബന്ധിക്കപ്പെട്ടിരിക്കും. ആരോടാ പറയുന്നത്? അപ്പസ്തലന്മാരോട്. ശിഷ്യന്മാരോടല്ല, അപ്പസ്തലന്മാരോട്. ആർക്കില്ല. പത്രോസിന് നൽകുന്നുണ്ട് അധികാരം. അപ്പസ്തലന്മാരോട്. സ്ലീഹന്മാര് ആർക്കെങ്കിലും ഈ അധികാരം കൊടുത്താൽ അവർക്ക് കിട്ടുമോ? സ്ലീഹന്മാർ അവരുടെ പിൻഗാമികൾക്ക് ഈ അധികാരം കൊടുത്താൽ കിട്ടുമോ? കിട്ടും. കാരണം അധികാരമുള്ളവരാണ് അവര്. ഈ അധികാരം എവിടുന്നാ വരുന്നത്? സോഴ്സ് എവിടുന്നാ? യേശുക്രിസ്തു. യേശുക്രിസ്തു അപ്പസ്തലന്മാർ കൊടുത്തു. അവർക്ക് പക്ഷെ പാപികളായിരിക്കാം. അവർക്ക് അടുത്ത തലമുറയ്ക്ക് കൊടുത്തു. പക്ഷെ അധികാരം കൊടുക്കുന്നത് യേശുക്രിസ്തു എന്ന് വരുന്നത് കൊണ്ട് ഈ അധികാരം കൊടുക്കാൻ അവർക്ക് പറ്റും. കിട്ടിയവർ കൊടുക്കാം. അവര് ചിലപ്പോൾ കുറവുള്ളവരായിരിക്കാം, അവരെ ചിലപ്പോൾ പിശാച് തോൽപ്പിക്കുമായിരിക്കാം. പക്ഷെ അധികാരം അവർക്ക് കിട്ടിയിട്ടുണ്ട്. യേശുവിന്റെ അധികാരം. യേശു തോൽപ്പിക്കാൻ പറ്റിയിട്ടില്ല പിശാചിന്. അപ്പൊ യേശു തോൽപ്പിച്ച ഈ അധികാരം അപ്പസ്തലന്മാരുടെയാണ് വരുന്നത്. അത് അടുത്ത തലമുറയ്ക്ക് നൽകുന്നു. അങ്ങനെ കൈമാറിയിട്ട് അതിനെ പറയുന്നവരാണ് പാരമ്പര്യം. അപ്പസ്തോലിക പാരമ്പര്യം, ശ്ലൈഹിക പാരമ്പര്യം. അത് എത്തിയിട്ട് എവിടെ എത്തിയിരിക്കുക? നമ്മുടെ മെത്രന്മാരുടെ എത്തിയിരിക്കുക. അപ്പൊ യേശു പാപമോചിക്കാനുള്ള അധികാരം അപ്പസ്തലന്മാർ കൊടുത്താൽ ഈ അധികാരം കൈമാറി നമ്മുടെ മെത്രാന്റെ കയ്യിൽ എത്തിക്കഴിഞ്ഞാൽ മെത്രാൻ ഈ അധികാരം ഉണ്ടല്ലയോ? ഉണ്ട്. ഇതാണ് അപ്പസ്തലന്മാർക്ക് ലഭിച്ചിരിക്കുന്ന പാപമോചിക്കാനുള്ള അധികാരം. അപ്പോ ഈ മെത്രാൻ ഒരു വൈദികനോട് പറയാണ്, നാളെ മുതൽ നീ കുമ്പസാരിപ്പിക്കണ്ട എന്ന് പറഞ്ഞാൽ കഴിഞ്ഞോടെ. മെത്രാന്മാർക്ക് മാത്രമേ പറ്റുള്ളൂ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഇതാണ് ശ്ലൈഹിക പാരമ്പര്യം. അപ്പോൾ ഒരു വൈദികനടുത്ത് കുമ്പസാരിക്കാൻ ചെന്ന് പാവം ഏറ്റു പറഞ്ഞു കഴിഞ്ഞാൽ വൈദിക പാവം മോചിച്ചു കഴിഞ്ഞാൽ മോചിക്കപ്പെടുമോ? മോചിക്കപ്പെടും. ഈ അധികാരം ബൈബിളിൽ പറഞ്ഞിട്ടുണ്ടോ? ബൈബിളിൽ പറഞ്ഞിട്ടുണ്ട്. അതിനി പറയാൻ പോകുന്നു. നമ്മളൊരു വചനം കേട്ടു, മനുഷ്യപുത്രന് അധികാരമുണ്ടെന്ന് അറിയേണ്ടതിനെ തലവാതരയോട് എഴുന്നേറ്റ് കിടക്കയും എടുത്ത് നടക്കുക. പാപമോചന അധികാരം ആർക്കുണ്ട്? യേശുക്രിസ്തുവിനുണ്ട്. മാർക്കോസ് 2:7. ഇത് തന്നെ യോഹന്നാൻ 20:22 പറയുന്നുണ്ട്, അധികാരം സ്ത്രീഹന്മാർക്ക് കൊടുക്കുന്നത് കാണാം അല്ലെ. നിങ്ങൾ ആരുടെ പാപം ക്ഷമിക്കുന്നതോ ക്ഷമിക്കപ്പെട്ടിരിക്കും, ആരുടെ പാപങ്ങൾ ബന്ധിക്കുന്നതോ ബന്ധിക്കപ്പെട്ടിരിക്കും. ഇനി അതിന്റെ ഒരു പ്രവൃത്തി 2 Corinthians 5:18 മുതലുള്ള തിരുവചനങ്ങളിൽ കാണാം. എന്താ സംഭവിക്കുന്നത്? 2 Corinthians 5:18 മുതൽ തിരുവചനങ്ങളിൽ കോരിന്തോസിലെ കുറച്ച് ശിഷ്യന്മാരെ പൗലോസിനെ അംഗീകരിക്കാതെ പുറത്തേക്ക് പോയി. അവരെ തിമോഥെയോസ് എന്ന് മാനസാന്തരപ്പെടുത്തി തിരിച്ച് സഭയിൽ വീണ്ടും ഐക്യപ്പെടുകയാണ്. അപ്പോൾ അവർക്ക് കൂട്ടത്തില് എല്ലാവരും ഒരുമിച്ച് കുമ്പസാരം കൊടുക്കണം. ആ കുമ്പസാരത്തിനുള്ള വഴി പറയുക. പൗലോസ് പറയും, ഞങ്ങളെ ക്രിസ്തു വഴി തന്നോട് രമ്യതപ്പെടുത്തുകയും രമ്യതയുടെ ശുശ്രൂഷ ഞങ്ങൾക്ക് നൽകുകയും ചെയ്ത ദൈവത്തിൽ നിന്നാണ് ഇവയെല്ലാം. എന്ത്? ഞങ്ങളെന്ന് പറഞ്ഞ ആരാ? അപ്പസ്തോലന്മാരെ ക്രിസ്തു വഴി തന്നോട്, ആരോട്? പിതാവായ ദൈവത്തോട് രമ്യതപ്പെടുത്തുകയും. രമ്യതയുടെ ശുശ്രൂഷ എന്ന സംഭവം കുമ്പസാരം, അനുരഞ്ജന ശുശ്രൂഷ. മലയാളത്തിലെ അനുരഞ്ജന ശുശ്രൂഷ, സുറിയാനിയിലെ കുമ്പസാരം. രമ്യതയുടെ ശുശ്രൂഷ ഞങ്ങൾക്ക് നൽകുകയും ചെയ്ത ദൈവത്തിൽ നിന്നാണ് ഇവയെല്ലാം. അതായത് ദൈവം മനുഷ്യരുടെ തെറ്റുകൾ അവർക്കെതിരെ പരിഗണിക്കാതെ രമ്യത സന്ദേശം ഞങ്ങളെ പരമേൽപ്പിച്ചുകൊണ്ട്. ആരെയും? ഞങ്ങൾ അപ്പസ്തോലന്മാരെ പരമേൽപ്പിച്ചുകൊണ്ട്. വേറെ ആർക്കില്ല. 1 Corinthians 11 കാണാം വിശുദ്ധ കുർബാനയെ പറ്റി. ഞങ്ങളെ പരമേൽപ്പിച്ചത് ക്രിസ്തു എന്ന് പറഞ്ഞുകൊണ്ട്, പരമേൽപ്പിച്ചുകൊണ്ട് ക്രിസ്തു വഴി ലോകത്തെ തന്നോട് രമ്യതപ്പെടുത്തുകയായിരുന്നു. ക്രിസ്തു വഴി ലോകത്തെ തന്നോട് രമ്യതപ്പെടുത്തി. ആര് വഴി? ഞങ്ങളെ പരമേൽപ്പിച്ചിട്ട്. ഇനി ഞങ്ങൾ ആരാന്നോട് അടുത്ത വാക്യം പറയുന്നത്, ഞങ്ങൾ ക്രിസ്തുവിന്റെ സ്ഥാനപതികളാണ്. അംബാസഡർ. ഇതറിയണമെങ്കിൽ റോമൻ പശ്ചാത്തലം അറിയണം. സീസർ എന്തു പറഞ്ഞാലും സ്ഥാനപതിയായ പീലാത്തോസ് അത് ചെയ്തിരിക്കണം. പീലാത്തോസ് എന്തു പറഞ്ഞാലും സീസർ പറഞ്ഞ പോലെ അത് സ്ഥാനപതി. സ്വർഗത്തിലുള്ള ക്രിസ്തു എന്തു പറഞ്ഞാലും സ്ഥാനപതിയായ മെത്രാന്മാർ ചെയ്തിരിക്കണം.
മെത്രമാർ എന്ത് പറഞ്ഞാലും അത് ക്രിസ്തു പറഞ്ഞതുപോലെ. അപ്പോൾ ഞങ്ങൾ ബലമേൽപ്പിച്ചിരിക്കുന്നത് ഞങ്ങൾ ക്രിസ്തുവിന്റെ സ്ഥാനപതിയാണ്. ഞങ്ങൾ വഴി ദൈവം നിങ്ങളോട് അഭ്യർത്ഥിക്കുന്നു, നിങ്ങൾ ദൈവത്തോട് ബന്ധപ്പെടുക. നേരിട്ടല്ല. എന്താ? ഞങ്ങൾ വഴി ദൈവം നിങ്ങളോട് അഭ്യർത്ഥിക്കുന്നു, നേരിട്ടിട്ടല്ല. ഈ അനുരഞ്ജൻ നേരിട്ട് പറഞ്ഞാൽ കേൾക്കും ദൈവം. ഇത് പറഞ്ഞാൽ ദൈവം കേൾക്കും, മോചനം കിട്ടില്ല. അതിന് ഒരു വഴി കൊടുത്തിട്ടുണ്ട്, സ്ഥാപിച്ചിട്ടുണ്ട്, ഒരു അധികാരം സ്ഥാപിച്ചിട്ടുണ്ട്. ഈ അധികാരം ഇങ്ങനെ കിട്ടണം, അധികാരിയുള്ള മോചിക്കണം, അധികാരം ക്രിസ്തുവിൽ നിന്ന് ഇങ്ങനെ ക്രമമായിട്ട് വരണം. ഇതാണ് കുംഭസാരം. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ മഹത്വം. നമ്മളിത് മനസ്സിലാക്കണം. കുംഭസാരം ബൈബിളിലുണ്ടോ? വൈദികരെടുത്ത് കുംഭസാരിക്കുന്നത് ബൈബിളിലുണ്ടോ? അതാണ് ഈ ഭാഗം. ചിലരൊക്കെ പറയാറുണ്ട് ബൈബിളിൽ കുംഭസാരം ഇല്ല എന്നൊക്കെ പറഞ്ഞ് പരിഹസിക്കാം. നേരിട്ട് ദൈവത്തോട് പറഞ്ഞ എന്ത് സംഭവിക്കും? ആദം ഹവ്വയും നേരിട്ട് ദൈവത്തോട് പറഞ്ഞു. അപ്പൊ എന്താ സംഭവിച്ചത്? നീ എനിക്ക് കൂട്ടിരുന്ന സ്ത്രീ എന്നെ പറ്റിച്ചു, ഞാൻ നേരിട്ട് പറയുമ്പോൾ ന്യായീകരിക്കും. ഒരു വൈദികന്റെ അടുത്ത് പറയുമ്പോൾ ന്യായീകരിക്കാൻ പറ്റുമോ? ന്യായീകരിക്കാൻ പറ്റില്ല. സറണ്ടർ ആവും, ടോട്ടൽ സറണ്ടർ ആവും. ന്യായീകരിക്കാൻ നിൽക്കുന്ന വൈദിക സമ്മതിക്കുമോ? വൈദികൻ തിരുത്തി തരും. അങ്ങനെ പ്രത്യേകത. നേരിട്ട് ദൈവത്തോട് പറയുമ്പോ അവസാനം നമുക്ക് തൃപ്തി വരില്ല. നമ്മൾ എന്ത് ചെയ്യും? ന്യായീകരിക്കും. ഹല്ലേലൂയ. നേരെ കുദാശകൾ. ഈ അടുത്തത് വിവാഹം എന്ന കുദാശ പരിപാടി. വിവാഹം എന്ന കുദാശ ഏത് തോട്ടത്തിൽ എപ്രകാരമായിരുന്നു? ഇരുവരും ഒറ്റ ശരീര, പുരുഷൻ മാതാപിതാക്കളെ വിട്ട് ഭാര്യയോട് ചെയ്യുന്ന ഒറ്റ ശരീരമായിരിക്കും. ആ വചനം വീണ്ടും യേശു പറയുന്നത് ഈ കുദാശ സ്ഥാപിക്കുമ്പോഴാണ്. മത്തായിയുടെ സുവിശേഷം 19-ാം അധ്യായത്തിൽ 19 22 19-ാം അധ്യായത്തിൽ ഇക്കാരണത്താൽ പുരുഷൻ പിതാവിനെയും മാതാവിനെയും വിട്ട് ഭാര്യയോട് ചേർന്നിരിക്കും, അവർ ഇരുവരും ഏക ശരീരമായിരുന്നു. ഈ ഒരു മനസ്സിന്റെ ഐക്യം അത് ഇരുവരും ഉണ്ടെങ്കിൽ പറ്റുള്ളൂ. മൂന്നാമതൊരാളുണ്ടെങ്കിൽ അത് വരില്ല. ഒരു പുരുഷൻ 2-3 ഭാര്യമാരുണ്ടെങ്കിലോ, ഒരു സ്ത്രീക്ക് 2-3 ഭർത്താക്കന്മാരുണ്ടെങ്കിലോ മനസ്സിന്റെ ഐക്യം വരില്ല. അതുകൊണ്ട് വിവാഹം പരാജയപ്പെടും. അതുകൊണ്ടാണ് വിവാഹം എന്ന ഉദാശയിൽ ഒരു പുരുഷന് സ്ത്രീ മതി, അവർ ഇരുവരും ഒറ്റ ശരീരമായി തീരണം. തൃത്വമാണ് അവിടെ, ഈക്വലാണ്. ഭാര്യയും ഭർത്താവും ഈക്വലാണ്. കർത്താവിൽ സംഭവിക്കേണ്ട കാര്യമാണ് വിവാഹം. പ്രൈസ് ദി ലോർഡ്. നമ്മൾ കൂടുതൽ ആ കുദാശകളിലേക്ക് പോകുന്നില്ല. വിവാഹം, രോഗിലേപനം. രോഗിലേപനം നമുക്ക് ആശയപ്പെട്ടുണ്ടോ? യാക്കോബ് സ്ത്രീകളുടെ ലേഖനത്തിലെ രോഗിയായിരിക്കുന്നവർ തൈലം കൊണ്ട് അഭിഷേകം, മൂപ്പന്മാരെ വിളിക്കട്ടെ, ശ്രേഷ്ഠന്മാരെ വിളിക്കട്ടെ, തൈലം വരട്ടി പ്രാർത്ഥിക്കട്ടെ. രോഗിലേപനം, രോഗത്തിന് സൗഖ്യം ലഭിക്കാൻ കർത്താവ് സ്ഥാപിച്ചതാണ്. പൗരോഹിത്യം കർത്താവ് സ്ഥാപിച്ചിട്ടുണ്ടോ? നമ്മൾ മനസ്സിലാക്കണം, ക്രിസ്തുവിന്റെ പൗരോഹിത്യത്തിനെ അതുവരെയുള്ള യഹൂദന്മാരെ സംബന്ധിച്ച് ഇസ്രായേൽ പുരോഹിത ജനമാണ്, ലേവ്യർ പൗരോഹിത്യ ഗണമാണ്. അവർക്ക് ശുശ്രൂഷ ചെയ്യുവാൻ 2 തരം പൗരോഹിത്യം ഉണ്ട്. പൊതു പൗരോഹിത്യം, ശുശ്രൂഷ പൗരോഹിത്യം. 2 തരം പൗരോഹിത്യം. നമ്മൾ എല്ലാവരും പുരോഹിതരാണ്. ക്രിസ്തുവിന്റെ ബലിയർപ്പിക്കുവാനും നമ്മൾ ബലിയർപ്പിക്കുന്നുണ്ട്, അല്ലേ? നമ്മൾ ബലിവസ്തു ഭക്ഷിക്കുന്നുണ്ട്, നമ്മൾ ബലിയർപ്പരാണ്. എന്നാൽ അതേസമയം തന്നെ അതിന് ശുശ്രൂഷ ചെയ്യുവാൻ ശുശ്രൂഷ പൗരോഹിത്യമുണ്ട്. കർത്താവ് ശുശ്രൂഷകളെ സ്ഥാപിച്ചിട്ടുണ്ട്. നമ്മൾ കണ്ടു, മാമോയിസ സ്ഥാപിച്ചിട്ടുണ്ട്, സ്ഥൈര്യലേപനം സ്ഥാപിച്ചിട്ടുണ്ട്, വിശുദ്ധ കുർബാന പരമേൽപ്പിച്ചിട്ടുണ്ട്, കുംഭസാരം പരമേൽപ്പിച്ചിട്ടുണ്ട്. അങ്ങനെ ശുശ്രൂഷകളെ പരമേൽപ്പിച്ചത് അവർക്കാണ്. അതിനു വേണ്ടി ശുശ്രൂഷ പൗരോഹിത്യം സ്ഥാപിച്ചിട്ടുണ്ട്. ഒരു നമ്മളെ ശുശ്രൂഷിക്കാൻ വേണ്ടി, ആത്മാവിനെ ശുശ്രൂഷിക്കാൻ വേണ്ടിയിട്ടാണ് വൈദികർക്ക് ഈ ഒരു ശുശ്രൂഷ പൗരോഹിത്യം കൊടുത്തിരിക്കുന്നത്. റോമാക്കാർക്ക് എഴുതിയിരിക്കുന്ന 15-ാം അധ്യായം 16-ാമത്തെ തിരുവചനം ഇതൊരു പൗരോഹിത്യ ശുശ്രൂഷയാണെന്ന് പൗലോസ് ലേഖനം തന്നെ പറയുന്നു. റോമാക്കാർക്ക് എഴുതിയ ലേഖനം 15-ാം അധ്യായം 16-ാമത്തെ തിരുവചനം. ദൈവത്തിന്റെ കൃപ എന്നെ വിജാതിയർക്ക് വേണ്ടി യേശു ക്രിസ്തുവിന്റെ ശുശ്രൂഷകനാക്കിയിരിക്കുകയാണല്ലോ. വിജാതിയിലാവുന്ന ബലിവസ്തു സ്വീകാര്യവും പരിശുദ്ധാത്മാവിന്റെ പൗത്രികവുമാകാൻ വേണ്ടി ഞാൻ ദൈവത്തിന്റെ സുവിശേഷത്തിനെ പുരോഹിത ശുശ്രൂഷ ചെയ്യുന്നു. ഇത് പൗരോഹിത്യമാണ്, ശുശ്രൂഷ പൗരോഹിത്യം. ഇതിനാണ് മെൽക്കിസേദെക്കിന്റെ ക്രമപ്രകാരമുള്ള പൗരോഹിത്യം. യേശു ക്രിസ്തു പുരോഹിതനാണ്, മഹാപുരോഹിതനാണ്.
മെൽക്കിസേദെക്കിന്റെ ക്രമപ്രകാരമാണ് പുരോഹിതം അപ്പം വീഞ്ഞുള്ളത്. ആ ബലിയർപ്പണമാണ് ഇന്ന് തുടരുന്നത് വൈദികരിലൂടെ. അവരെ പുരോഹിതന്റെ മഹാപുരോഹിതനാണ് യേശു ക്രിസ്തു. ഇവരാണ് പുരോഹിതൻ. മെൽക്കിസേദെക്കിന്റെ ക്രമപ്രകാരമുള്ള പുരോഹിതമാണ്. അപ്പവും വീഞ്ഞുമുള്ള ബലിയർപ്പണമാണ്. ബലിയർപ്പണം ചെയ്യണമെങ്കിൽ പുരോഹിതനായിരിക്കണം. ഹല്ലേലൂയ. പലപ്പോഴും ഇതിനെതിരെ നല്ല ആർഗ്യുമെന്റ്സ് വരാറുണ്ട്. പുരോഹിതമില്ല, ഇടയനേയുള്ളൂ എന്നൊക്കെ പറയും. ഇനി പുരോഹിത ശുശ്രൂഷയുണ്ട്. അപ്പസ്തോലന്മാർ എന്ന് പറയുന്നത് തന്നെ പൗരോഹിത ശുശ്രൂഷ തന്നെയാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇത്രയുമാണ് കുദാശകളെ കുറിച്ച് നമ്മൾ അടിസ്ഥാനപരമായി മനസ്സിലാക്കേണ്ട വസ്തുതകൾ. ഒരു നിമിഷം